നമ്മൾ തന്നെ നമ്മളുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ആ പ്രശ്നം സോൾവ് ചെയ്യാനുള്ള ഐഡിയാസ് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. നമ്മൾ നമ്മളെ തന്നെ ഒന്ന് നോക്കുക, നമ്മളുടെ ഉള്ളിലേക്ക് നോക്കുക, എന്താണ് നമ്മളെ പ്രശ്നം എന്ന് മനസ്സിലാക്കുക. ഒരു പേഷ്യന്റ് എന്നോട് വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേ ഒരു എക്സ്പീരിയൻസ്. അഥവാ അവർ കുട്ടി ഉണ്ടായ സമയത്ത്, അഥവാ വിത്തിൻ 1 വീക്കിൽ ആ കുഞ്ഞിനെ കാണുമ്പോൾ അവർക്ക് ദേഷ്യം വരിക, കുഞ്ഞിനെ എടുത്ത് കിണറ്റിലേക്ക് എറിയാനൊക്കെ തോന്നുക, ഒരു ഭയങ്കര മാനസിക, അവർക്ക് സ്നേഹമുണ്ട് പക്ഷേ അതിന് കാണുമ്പോൾ ദേഷ്യം വരിക. ഡോക്ടറെ എന്താ ഞാൻ ചെയ്യണ്ടേ? മെയിൻലി ഈ ജെൻസിന് ഇൻഫെർട്ടിലിറ്റി വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? മെയിൻ ആയിട്ട് സ്ട്രെസ് തന്നെയാണ്. ഒരു വർഷം ഹസ്ബൻഡും വൈഫും കൂടെ നിന്ന് പ്രഗ്നൻസിക്ക് വേണ്ടി ട്രൈ ചെയ്തിട്ട് കൺസീവ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഇൻഫെർട്ടിലിറ്റി ആയിട്ട് കണക്കാക്കാം. അതിന് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളൊരു ഡോക്ടറെ സമീപിക്കേണ്ടതുള്ളൂ, ടെസ്റ്റുകൾ ഫർദർ ചെയ്യണമെങ്കിൽ ചെയ്യേണ്ടതുള്ളൂ. അല്ലാതെ ഒരു 6 മാസം കൊണ്ട് നമുക്ക് ഇത് ഇൻഫെർട്ടിലിറ്റി ആണെന്ന് പറയാൻ പറ്റില്ല. മെയിൽസിന്റെ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് എനിക്കൊന്ന് ഹോമിയോപ്പതി തന്നെയാണ് ഏറ്റവും കൂടുതൽ. IVF ഒക്കെ ചെയ്തിട്ടും മാറുന്നില്ല എന്ന് പറഞ്ഞ ആളുകൾ വരുന്നു, അവർക്ക് കുട്ടികളാവുന്നു, അവർക്ക് തന്നെ അത്ഭുതമാണ് ഇത് എങ്ങനെ. ചിലപ്പോൾ ഒരു 6 മാസം കൊണ്ടൊക്കെ വൈഫ് കൺസീവ് ആവുന്നു. കുറച്ച് പ്രായമുള്ള ആളുകളൊക്കെ ഒരു പ്രഗ്നന്റ് വുമണിനെ കണ്ടാല് വയറൊക്കെ കൂർത്തിരിക്കുകയാണെങ്കിൽ ആൺകുട്ടിയാന്ന് പറയും, പരന്നിരിക്കുകയാണെങ്കിൽ പെൺകുട്ടിയാന്ന് പറയും. വോമിറ്റിംഗ് കൂടുതലാണെങ്കിൽ അത് പെൺകുട്ടിയായിരിക്കും, വോമിറ്റിംഗ് കുറവാണെങ്കിൽ ആൺകുട്ടിയായിരിക്കും. അങ്ങനെ ഒരുപാട് മിക്സ് ഉണ്ട്. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എല്ലാ അസുഖത്തിന്റെയും ഒരു ബേസ് ആണ്. അഥവാ സ്ട്രെസ് ഉണ്ടെങ്കിൽ നമ്മളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന എല്ലാ അസുഖങ്ങളും പുറത്തേക്ക് വരും. ലിവറിന്റെ ഒരു പ്രശ്നം അതാണ്. ലിവർ ഭയങ്കര സൈലന്റ് ആയിട്ട് അങ്ങനെ കൂളായിരിക്കും ഏറ്റവും ഒരു അവസാനം വരെ. അഥവാ എൻഡ് സ്റ്റേജിലാണ് ശരിക്കും ലിവർ എല്ലാ സിംറ്റംസും കാണിച്ചു തുടങ്ങുന്നത്. അതുവരെ നമ്മൾ ഹെൽത്തി ആണെന്ന് നമുക്ക് തോന്നും, പക്ഷെ അവസാനം അത് ഏകദേശം എന്താ പറയാ ഒരു തീരുമാനത്തിലേക്ക് എത്തുമ്പോഴാണ് ശരീരം ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുക. വെറുതെ പോകുന്ന 10 പേരെ വിളിച്ച് ഒന്ന് സ്കാൻ ചെയ്താൽ അതിൽ 2-3 പേർക്ക് PCOD ഉണ്ടാവും. PCOD വരുന്നതിന്റെ കാരണം എന്താന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. വ്യായാമം ചെയ്യുക, നമ്മൾ നല്ല ഡയറ്റ് ഫോളോ ചെയ്യുക, നല്ല സ്ലീപ്പ് ഉണ്ടാവുക, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് PCOD മരുന്നില്ലാതെ തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു അസുഖമാണ്. ചില അസുഖങ്ങളുണ്ട്, അഥവാ കൊറോണറി ആർട്ടറി ഡിസീസസ്, അരിത്മിയ, കാർഡിയോമയോപ്പതി എന്നൊക്കെ പറഞ്ഞ അണ്ടർലൈനിങ് കണ്ടീഷൻ ഉള്ള ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ഈ പറഞ്ഞ പോലെ ഇത് വർക്ക്ഔട്ട് ചെയ്യുന്നതിന്റെ ഇടയിൽ അറ്റാക്ക് വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി. നമസ്കാരം, ഡോക്ടർ സെക്ഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഉള്ളത് ഡോക്ടർ അമൃതാശ്രീയാണ്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ഒരു ഹോമിയോപ്പതി ഡോക്ടറാണ്. അതെ. ഇപ്പൊ നമ്മുടെ നാട്ടില് ഹോമിയോപ്പതിയിൽ തന്നെ പല സെക്ഷൻസ് ഉണ്ട്. ഇപ്പൊ ഹോമിയോപ്പതി പോലെ തന്നെ ആയുർവേദം അല്ലെങ്കിൽ മോഡേൺ മെഡിസിൻസ് ഒക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്നുള്ള ക്യൂറാണ്. ഇപ്പൊ ഒരു പനി വരുവാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും എന്തും കൊണ്ട് ഒരു പേഷ്യന്റ് ഹോമിയോപ്പതി ചൂസ് ചെയ്യണം? ഹോമിയോപ്പതി ചൂസ് ചെയ്യാൻ കുറെ കാരണങ്ങളുണ്ട്. അഥവാ നമ്മൾ മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ അക്യൂട്ട് ഡിസീസസ്, അഥവാ അക്യൂട്ട് ഡിസീസ് എന്ന് പറയുമ്പോൾ പനി, ജലദോഷം, വയറിളക്കം, പെട്ടെന്ന് വരുന്ന അസുഖങ്ങൾ, അതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഹോമിയോപ്പതിയിൽ മാറ്റാൻ പറ്റും. പലരുടെ ഒരു ധാരണയാണ് അഥവാ ഹോമിയോ മരുന്നല്ലേ ഒരുപാട് സമയം പിടിക്കും, പക്ഷെ പനീന്റെ വിഷയത്തിലോ അതുപോലെ പെട്ടെന്ന് വരുന്ന അസുഖങ്ങൾക്കൊക്കെ അത് ഉണ്ടാവില്ല, പെട്ടെന്ന് തന്നെ കുറഞ്ഞു വരും അസുഖങ്ങൾ. പിന്നെ നമ്മൾ ക്രോണിക് ഡിസീസിലേക്ക് കടക്കുകയാണെങ്കിൽ, അഥവാ ഒരുപാട് കാലമായിട്ട് ആളുകൾ സഫർ ചെയ്യുന്ന അസുഖത്തിലേക്ക് കടക്കുകയാണെങ്കിൽ, എക്സാമ്പിൾ ഇപ്പോൾ സോറിയാസിസ്, അലർജിക് റൈനൈറ്റിസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അതൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഹോമിയോപ്പതിയിൽ ക്യൂർ ചെയ്യാൻ പറ്റും. ഹോമിയോപ്പതിയിൽ വൺസ് അത് ക്യൂർ ആയാൽ പിന്നെ അത് വരാതിരിക്കും, ഭാവിയിൽ പിന്നെ അത് വരില്ല. അതാണ്. പക്ഷെ ഈ ട്രീറ്റ്മെന്റ് എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു ലോങ് ടൈം എടുക്കത്തില്ല? അല്ലെങ്കിൽ ഇപ്പൊ ഒരു പേഷ്യന്റിനെ സംബന്ധിച്ചിട്ട് എനിക്കിപ്പോ ഒരു അസുഖം വന്നാൽ ഞാൻ എപ്പോഴും ആദ്യം നോക്കുക എന്ന് പറയുന്നത്, എനിക്ക് പെട്ടെന്ന് ഇപ്പം എനിക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് മാറ്റിയെടുക്കുക. അത് കാരണം നമ്മുടെ ബോഡിയാണല്ലോ എല്ലാം. നമുക്ക് എത്ര പൈസ ഉണ്ടായിട്ടും കാര്യമില്ല, ഹെൽത്ത് ആണ് എല്ലാം. അപ്പം പെട്ടെന്ന് രോഗം മാറ്റുന്ന കാര്യങ്ങളെല്ലാം നോക്കത്തുള്ളൂ. അതെ, ഹെൽത്ത് ആണ് എല്ലാം. നിങ്ങൾ പറഞ്ഞത് ഞാൻ യോജിക്കുന്നു. ഹെൽത്ത് ആണല്ലോ എല്ലാം, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇപ്പോ നിങ്ങൾക്ക് ഒരു അലർജി ഉണ്ടെന്ന് വിചാരിക്കുക. അലർജി അഥവാ അലർജിക് റൈനൈറ്റിസ് എന്ന് പറഞ്ഞാൽ നമുക്ക് തുമ്മലുണ്ടാവും, മെല്ലെ മെല്ലെ അത് ചുമയാവും, പിന്നെ അത് ശ്വാസം മുട്ടലിലേക്ക് പോകും. അപ്പോൾ അങ്ങനെയുള്ള ഒരു കേസിൽ നിങ്ങൾ അലോപ്പതിയാണ് കാണിക്കുന്നതെങ്കിൽ അലർജിക്കുള്ള മരുന്നുകൾ അവർ തരും. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയാ ഇൻഹേലർ യൂസ് ചെയ്യാൻ വേണ്ടി തരും. നമ്മൾ ഇൻഹേലർ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ലൈഫ് ലോങ് അത് യൂസ് ചെയ്യേണ്ടി വരും. ഒരു സ്റ്റേജ് എത്തുമ്പോൾ ഓക്കെ അത് മാറും, ഇത് യൂസ് ചെയ്താൽ നിങ്ങൾ അത് മാറും എന്ന് പറയുന്നില്ല. ലൈഫ് ലോങ് നിങ്ങൾ അത് ഉപയോഗിക്കണം. അതിന്റെ ഒരുപാട് സൈഡ് എഫക്ട്സ് നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യും. എന്നാൽ ആ അസുഖം മാറില്ല. അഥവാ ലൈഫ് ലോങ് ഈ മെഡിസിൻ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബെറ്റർ ആവുന്നേ ഉള്ളൂ. പക്ഷേ ഹോമിയോപ്പതിയിൽ അങ്ങനെയല്ല. നിങ്ങൾ കുറച്ചാലൊന്ന് ക്ഷമിച്ചിരിക്കുകയാണെങ്കിൽ, നിങ്ങൾ നല്ല രീതിയിൽ മരുന്ന് ഡോക്ടർ പറയുന്ന പോലെ മരുന്ന് കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക്
ഒരു 100% ക്യൂർ ഉണ്ടാവും. ഒരു വർഷമോ 1.5 വർഷമോ മാക്സിമം 2 വർഷമൊക്കെയാണ് ഒരു അലർജി മാറാൻ എടുക്കുന്നത്. അപ്പോൾ ആ ഒരു 2 വർഷം നിങ്ങളൊന്ന് കൃത്യമായി നമ്മൾ പറയുന്ന രീതിയിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അലർജി പിന്നെയുള്ള അങ്ങോട്ട് ലൈഫ് ഈസി അല്ലേ. പിന്നെ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യണ്ട. ഇത് ലൈഫ് ലോങ് അലോപ്പതി മെഡിസിൻ കഴിച്ച് സ്ട്രഗിൾ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പൊ അലർജിയുടെ കേസ് പറഞ്ഞാൽ തന്നെ ഇപ്പൊ ആസ്മ ആദ്യം നമ്മുടെ തുടക്കത്തിൽ ഒരു ബ്രീത്തിങ് ഇഷ്യൂ വരുന്നു, പിന്നെ ഒരു ആസ്മയിലേക്ക് മാറി വരുന്നു. ഇപ്പൊ ആസ്മയൊക്കെ വന്നു കഴിഞ്ഞാൽ ആൾക്കാരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ഹോമിയോപ്പതിയിൽ അത് ക്യൂർ ചെയ്യാൻ പറ്റും, ടോട്ടലി ക്യൂർ ചെയ്യാൻ പറ്റുമോ? പറ്റും. അഥവാ നിങ്ങൾ ആദ്യം തന്നെ ഒരു ആസ്മ വന്നു നമ്മളുടെ അടുത്തേക്കാണ് വരുന്നതെങ്കിൽ നമുക്കത് 100% ക്യൂർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ ഒരുപാട് അലോപ്പതി ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്ത് അതിന് കുറെ ചില ആളുകൾ സ്റ്റിറോയിഡ്സ് ഒക്കെ യൂസ് ചെയ്യും അലർജി സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ലെവലിലൊക്കെ സ്റ്റിറോയിഡ്സ് കണ്ടന്റ് ഉള്ള ഇൻഹേലർ ഒക്കെ ഉപയോഗിച്ച് ഒരുപാട് നിങ്ങളുടെ അസുഖം നിങ്ങൾ സപ്രസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്കത് 100% ക്യൂർ തരാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് ആ ഒരു ഇൻഹേലറിന്റെ യൂസേജ് ഒക്കെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാനും നമ്മുടെ മെഡിസിൻ സപ്പോർട്ട് കൂടി നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ ഭാവിയിൽ മുന്നോട്ട് പോകാനും പറ്റും. നമ്മുടെ ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരുപാട് ഇപ്പം പ്രഗ്നന്റ് വുമൻസിന്റെ കേസില് നമ്മളിപ്പോ കുറെ മിത്തുകൾ അവിടെ കിടപ്പുണ്ട്. കുറെ മിത്തുകൾ ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു വുമണിനെ കണ്ടു കഴിഞ്ഞാല് നമുക്ക് അവളുടെ മുഖം നോക്കി അല്ലെങ്കിൽ വയറ് നോക്കി നമുക്ക് ഇത് ആണാണോ പെണ്ണാണോ എന്നൊക്കെ പറയാമെന്നുള്ള കുറെ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട് നമ്മൾ. ശരിക്കും നമുക്കൊരു പ്രഗ്നന്റ് വുമണിനെ നോക്കിയിട്ട് കാരണം ഒന്നാമത്തെ കാര്യം നമ്മുടെ ഇന്ത്യയിൽ അത് ഇല്ലീഗലാണ്. നമുക്ക് റിപ്പോർട്ട് പോലും എടുക്കാൻ പാടില്ല ആണാണോ പെണ്ണാണെന്ന്. അപ്പൊ ഒരു വുമണിനെ നോക്കിയിട്ട് പ്രഗ്നന്റ് വുമണിനെ നോക്കിയിട്ട് അവർക്കുണ്ടാകാൻ പോകുന്നത് ആണാണോ പെണ്ണാണോ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുമോ? കുറച്ച് പ്രായമുള്ള ആളുകളൊക്കെ ഒരു പ്രഗ്നന്റ് വുമണിനെ കണ്ടാല് വയറൊക്കെ കൂർത്തിരിക്കുകയാണെങ്കിൽ ആൺകുട്ടിയാന്ന് പറയും, പരന്നിരിക്കുകയാണെങ്കിൽ പെൺകുട്ടിയാന്ന് പറയും. വോമിറ്റിംഗ് കൂടുതലാണെങ്കിൽ അത് പെൺകുട്ടിയായിരിക്കും, വോമിറ്റിംഗ് കുറവാണെങ്കിൽ ആൺകുട്ടിയായിരിക്കും. അങ്ങനെ ഒരുപാട് മിത്സ് ഉണ്ട്. പക്ഷെ അത് റിയൽ ആയിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു പോസിബിലിറ്റി ഇല്ല. നമുക്ക് ഒരു അപ്പിയറൻസ് വെച്ചിട്ട് പ്രഗ്നന്റ് ലേഡീസിന്റെ അപ്പിയറൻസ് വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ജെൻഡർ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. എന്നാൽ USG സ്കാൻ ചെയ്യുമ്പോൾ അൾട്രാസോണോഗ്രാഫി ചെയ്യുന്ന സമയത്ത് നമുക്ക് അഥവാ ചെയ്യുന്ന ഡോക്ടർക്ക് മനസ്സിലാവും കുട്ടിയുടെ ജെൻഡർ എന്താണ്. പക്ഷെ ഇപ്പോഴത്തെ നമ്മുടെ ലോ പ്രകാരം ഒരിക്കലും ഗർഭസ്ഥ ശിശുവിന്റെ ലിംഗനിർണയം നടത്താൻ പാടില്ല. അതിന്റെ ആവശ്യമില്ലല്ലോ. കുട്ടി വരുമ്പോ അറിഞ്ഞാൽ പോരെ. അതൊരു സർപ്രൈസ് ആയിരിക്കുന്നതല്ലേ എപ്പോഴും നല്ലത്. അതുപോലെ ഇപ്പൊ കുട്ടി ഉണ്ടായി കഴിയുമ്പോൾ പലപ്പോഴും പല കുട്ടികൾക്കും ഈ ബ്രസ്റ്റ് മിൽക്ക് അധികം താല്പര്യം കുറവും, കാരണം ഫോർമുല മിൽക്കിനോട് ഒരു താല്പര്യം കൂടുതലുണ്ടാകും, കാരണം അതിന്റെ രുചിയിലായിരിക്കാം. അപ്പൊ നമ്മൾ കണ്ടിന്യൂസ്ലി ഈ കൊച്ചിന് ബ്രസ്റ്റ് മിൽക്കിന് ഉപരി ഫോർമുല മിൽക്ക് കൊടുക്കുവാണെങ്കിൽ അത് നല്ലതായിരിക്കും, അതോ അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ? അല്ല, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അഥവാ ബ്രസ്റ്റ് മിൽക്കിന്റെ ടേസ്റ്റും ഫോർമുല മിൽക്കിന്റെ ടേസ്റ്റും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഫോർമുല മിൽക്ക് ആണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും. അത് കുട്ടീനെ ശീലിപ്പിച്ചാൽ മാത്രമല്ലേ കുട്ടിക്ക് അത് അറിയുള്ളൂ. അല്ലാതെ നല്ല ലാക്ടേറ്റിംഗ് ആയിട്ടുള്ള അഥവാ നല്ല രീതിയിൽ ബ്രസ്റ്റ് മിൽക്ക് ഉള്ള മദർ ആണെങ്കിൽ 6 months കുട്ടിക്ക് ബ്രസ്റ്റ് മിൽക്ക് തന്നെ കൊടുക്കുക. കാരണം ബ്രസ്റ്റ് മിൽക്കിലാണ് നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള മിൽക്കാണ്. അഥവാ കുട്ടിക്ക് വേണ്ട എല്ലാം ആന്റിബോഡീസ് ആണെങ്കിലും കുട്ടിക്ക് ഒരു ഇൻഫെക്ഷൻ അഗെയിൻസ്റ്റ് ഫൈറ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഇമ്മ്യൂണിറ്റി ആണെങ്കിലും ഒക്കെ അമ്മയുടെ ബ്രസ്റ്റ് മിൽക്ക് കുടിക്കുമ്പോഴേ കിട്ടുള്ളൂ. ഡൈജഷൻ പ്രശ്നം ഉണ്ടാവില്ല. കുട്ടി അമ്മയും തമ്മിൽ ബോണ്ട് ക്രിയേറ്റ് ചെയ്യാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഫോർമുല മിൽക്ക് നമ്മൾ എപ്പോഴാണ് കൊടുക്കുക? അഥവാ ബൈ ചാൻസ് അമ്മയുടെ മിൽക്ക് പ്രൊഡക്ഷൻ കുറവാണെങ്കിൽ നമുക്ക് ഫോർമുല മിൽക്ക് യൂസ് ചെയ്യാം. പക്ഷെ അത് എപ്പോഴും ഒരു ഡോക്ടറോട് സംസാരിച്ച് കുട്ടിയുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഫോർമുല മിൽക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനനുസരിച്ച് മാത്രം അത് കഴിക്കുക. ഇനി അതിന്റെ സൈഡ് എഫക്ട്സ് എന്ന് പറഞ്ഞാൽ ചില കുട്ടികൾ അതിന് ദഹന പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് യൂസ് ചെയ്യുന്ന സമയത്ത് ഭാവിയിൽ ഈ ഒബേസിറ്റി അമിതവണ്ണം ഉണ്ടാവാനും ചിലപ്പോൾ ഭാവിയിൽ ഡയബറ്റീസും കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ കുട്ടിക്ക് അതോടൊരു അഡിക്ഷൻ ഉണ്ടാവും. പിന്നെ മദർസിന്റെ മിൽക്ക് വേണ്ടാത്തൊരു അവസ്ഥയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ നമുക്കിപ്പോ ഹോസ്പിറ്റലിലാണെങ്കിൽ തന്നെ നമുക്കൊരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് ആ ഒരു ഫോർമുല മിൽക്ക് തന്നെ നമ്മുടെ ആദ്യത്തെ സെക്ഷൻ നമുക്ക് എഴുതി തരും, ഫോർമുല മിൽക്ക് തന്നെ കൊടുക്കാന്ന് പറഞ്ഞു. അപ്പം ഡോക്ടർ ഈ പറയുന്ന രീതിയിൽ ഇത്രയും പ്രശ്നങ്ങളുള്ള സാധനമാണെങ്കിൽ അത് ചെയ്യുന്നത് തെറ്റല്ലേ? അല്ല, ഒരിക്കലല്ല. കാരണം ഫസ്റ്റ് പ്രഗ്നൻസി കഴിഞ്ഞ് അതായത് ഡെലിവറി കഴിഞ്ഞ ഉടനെ തന്നെ മദർ ചിലപ്പോൾ ICUലായിരിക്കും, കുഞ്ഞ് വേറെ ആയിരിക്കും. ആ സമയത്ത് ഈ ഫസ്റ്റ് മിൽക്ക് കുട്ടിക്ക് ശരിക്കും കൊടുക്കണം. കൊളസ്ട്രോം എന്നാണ് അതിന് പറയാം. ഫസ്റ്റ് മിൽക്ക് കൊടുത്താലാണ് കുട്ടിക്ക് നല്ല ഇമ്മ്യൂണിറ്റി ഒക്കെ കിട്ടുക. ഇനി ഓക്കെ, അത് കിട്ടിയാലും ചിലപ്പോൾ കുഞ്ഞിന്റെ വിശപ്പ് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 1-2 ദിവസം ഡോക്ടേഴ്സ് അത് സജസ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷെ അതിനുശേഷം നമ്മൾ അതിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്യാതെ മദേഴ്സ് മിൽക്ക് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. കുട്ടിക്ക് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാത്രമേ അമ്മയ്ക്ക് നല്ല മുലപ്പാൽ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ അത് ചെയ്യണം. മടി പിടിച്ച് അത് കൊടുത്തൊരു ശീലമാക്കാതിരുന്നാൽ മതി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന ഒരു വുമണിനെ ബേസ് ചെയ്ത് തന്നെയാണ്. പ്രഗ്നന്റ് ആയിരിക്കുന്ന ഒരു വുമണ് ശരിക്കും ഈ പ്രസവ ശേഷം അവർക്ക് വരുന്ന ഒരു ഡിപ്രഷനെ പറ്റി നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ആ ഡിപ്രഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ അത് എന്തുകൊണ്ടാണ് ഡിപ്രഷൻ വരുന്നത്? അതിനെ നമുക്ക് കൺട്രോൾ ചെയ്ത് അതിനെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ അത് മാറ്റങ്ങൾ വരുത്താൻ പറ്റുമോ? പറ്റും, തീർച്ചയായിട്ടും പറ്റും. അഥവാ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ ആണ് നിങ്ങൾ പറയുന്ന കണ്ടീഷനെ പറയാം.
ഒരുവിധം എല്ലാ സ്ത്രീകളും ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. പഴയ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ കുടുംബമായി നിൽക്കുമ്പോൾ ചിലപ്പോ പഴയ ആളുകളെല്ലാം എക്സ്പ്രസ് ചെയ്യില്ല, എല്ലാം സഹിച്ചു നിൽക്കും അല്ലെ. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയല്ല. ഇപ്പോഴത്തെ ആളുകൾ ബുദ്ധിമുട്ട് വന്നാൽ അത് എക്സ്പ്രസ് ചെയ്യും. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ കാലത്ത് അത് കൂടുതലായിട്ട് വിസിബിൾ ആയിട്ട് കാണുന്നത്. പഴയ ആളുകൾ അത് ഷെയർ ചെയ്യില്ല. അഥവാ ഒരു പ്രഗ്നൻസി ടൈമിൽ ഒരുപാട് ഹോർമോണൽ ചേഞ്ചസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്നുണ്ട് അല്ലെ. പ്രൊജസ്ട്രോണും ഈസ്ട്രോജനും ഒക്കെ വളരെ കൂടുതലായിരിക്കും. എന്നാൽ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ സഡൻ ആയിട്ട് ഈ പ്രൊജസ്ട്രോണും ഈസ്ട്രോജനൊക്കെ ബോഡിയിൽ കുറയും. സഡൻ ആയിട്ട് കുറയുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് സ്ട്രെസ് വരും. അതേപോലെ തന്നെ ഒന്നാമത് ചിലപ്പോൾ ഫസ്റ്റ് ബേബി ഒക്കെ ആണെങ്കിൽ ആദ്യമായിട്ട് ഒരു കുട്ടീനെ കയ്യിൽ കിട്ടുക, ആ കുട്ടീനെ നോക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയണ്ടാവില്ല. അപ്പൊ അങ്ങനെ കുറെ സ്ട്രെസ് വരും. പിന്നെ പ്രോപ്പർ ആയിട്ട് കുട്ടീനെ കെയർ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഉറക്കക്കുറവ് അമ്മമാരിൽ ഉണ്ടാവും. ചിലപ്പോ ഒബ്വിയസ്ലി ഇതിന്റെ ഇടയിൽ വീട്ടിൽ നിന്ന് അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വീട്ടില് ചിലപ്പോൾ പ്രായമുള്ള ആളുകൾ ഉണ്ടാവും. അവരൊരുപാട് റൂൾസ് പറയും, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, വീട്ടിന്റെ ഈ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല, വേറെ ആണുങ്ങൾ കാണാൻ പാടില്ല, ഹസ്ബൻഡ് വന്നു കഴിഞ്ഞാൽ ഹസ്ബൻഡ് കൂടെ കിടക്കാൻ പാടില്ല. ഒരുപാട് പ്രഷർ ഓൾറെഡി ഉള്ള ആളുകൾക്ക് പിന്നെയും പ്രഷർ കൊടുക്കുകയാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള സ്ത്രീകളോട് പെരുമാറുമ്പോൾ അവർക്ക് വേണ്ട കെയർ കൊടുക്കുക, അവരെ സപ്പോർട്ട് ചെയ്യുക, അവർക്ക് വേണ്ടത് എന്താന്ന് ചോദിച്ച് മനസ്സിലാക്കി ചെയ്തു കൊടുക്കുക. അഥവാ കുഞ്ഞിനെ നോക്കാനാണെങ്കിൽ ഇപ്പൊ ഹസ്ബൻഡ്സ് ആണെങ്കിൽ കൂടെ ഉണ്ടെങ്കിൽ കുഞ്ഞിനെ രാത്രി നോക്കുമ്പോഴൊക്കെ ഹസ്ബൻഡ് ഒന്ന് ഹെൽപ്പ് ചെയ്യുക. അല്ലാതെ ഓക്കെ അത് വൈഫിന്റെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കാതെ ഹസ്ബൻഡും ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസം അഥവാ ഒരു ഉറപ്പ് വൈഫിന് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഈസി ആയിട്ട് മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു പേഷ്യന്റ് എന്നോട് വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു എക്സ്പീരിയൻസ്. അഥവാ അവര് കുട്ടി ഉണ്ടായ സമയത്ത് അഥവാ വിതിൻ 1 വീക്കിൽ ആ കുഞ്ഞിനെ കാണുമ്പോൾ അവർക്ക് ദേഷ്യം വരിക, കുഞ്ഞിനെ എടുത്ത് കിണറ്റിലേക്ക് എറിയാനൊക്കെ തോന്നുക. ഒരു ഭയങ്കര മാനസിക, അവർക്ക് സ്നേഹമുണ്ട് പക്ഷെ അതിന് കാണുമ്പോൾ ദേഷ്യം വരിക. ഡോക്ടറെ എന്താ ഞാൻ ചെയ്യണ്ടേ? അത് കുറച്ച് സിവിയർ ആയിട്ടുണ്ടായിരുന്നു അവർക്ക് പ്രശ്നം. അങ്ങനെയുള്ള കേസിൽ നമുക്ക് മെഡിസിന്റെ സപ്പോർട്ടും കൂടെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഈ കണ്ടീഷനിൽ പുറത്തേക്ക് വരാവുന്നതേ ഉള്ളൂ. ജനിച്ച ഒരു കുഞ്ഞിന് 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ ഇടവിട്ട് നമ്മൾ പാല് കൊടുക്കണം, മിൽക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ പലപ്പോഴും ആൾക്കാർക്കുള്ള ഒരു സംശയമാണ്, ഒരു മനുഷ്യന് ഒരു കണ്ടിന്യൂസ്ലി ഒരു 7 to 8 hours കണ്ടിന്യൂസ് സ്ലീപ്പ് വേണമെന്ന് നമ്മൾ പറയുന്നുണ്ട്, സയൻസ് പറയുന്നുണ്ട്. അപ്പം ശരിക്കും ഈ 2-3 hours വെച്ചിട്ട് ചിലപ്പോൾ ഒരു 6 മാസത്തേക്ക് തന്നെ അങ്ങനെ കണ്ടിന്യൂസ്ലി പോകും. അത് നമ്മളുടെ ഒരു വുമണിനെ സംബന്ധിച്ചിട്ട് അത് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടാക്കുമോ? പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ ചോദിച്ചാല്, അഥവാ കണ്ടിന്യൂസ് ആയിട്ട് 8 hours സ്ലീപ്പ് വേണം എന്നുള്ളത് ശരിയാണ്. പക്ഷെ അമ്മ എന്ന് പറയുന്നത് സാക്രിഫൈസ് ആണ്. 6 months കുഞ്ഞിന് വേണ്ടിയിട്ട് അങ്ങനെ ഉറക്കം പോയാലും അമ്മയുടെ ഉള്ളിൽ കുഞ്ഞിനോടുള്ള ആ ഒരു അഫെക്ഷൻ കാരണം ഒരു സൈഡിൽ സ്ട്രെസ് ഉണ്ടെങ്കിലും ഒരു സൈഡിൽ ഹാപ്പിനെസ് ഉണ്ടാവും. അത് രണ്ടും തമ്മിൽ ബാലൻസ് ആയിക്കോളും. അപ്പൊ അങ്ങനെ ഒരു ഹെൽത്ത് ഇഷ്യൂസ്, ഒരു കുഞ്ഞിന് വേണ്ടി ഉറക്കം കളഞ്ഞിട്ട് അമ്മയ്ക്ക് വേറെ പ്രശ്നങ്ങളൊന്നും വരാനില്ല. ഈ ഉറക്കം കളയുമ്പോൾ പ്രധാനമായിട്ട് വരുന്ന ഞാൻ പറഞ്ഞ പോലെ ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഒക്കെയാണ്. പക്ഷെ അതൊക്കെ പെട്ടെന്ന് തന്നെ ശരിയായി വരുന്നതേ ഉള്ളൂ. കുറച്ചു കാലം ആരെങ്കിലും ഒക്കെ സപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിലൊക്കെ ശരിയാവുന്നതേ ഉള്ളൂ. അതങ്ങനെ ലോങ് ടേം അല്ല, ഒരു ജസ്റ്റ് ഒരു 6 months അല്ലേ, അതിനുശേഷമൊക്കെ അതങ്ങനെ ശരിയായി വരുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ പ്രഗ്നന്റ് സമയങ്ങളിൽ നമ്മൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മുടെ ലെഫ്റ്റ് സൈഡ് തിരിഞ്ഞ് നമ്മുടെ പോസ്റ്ററേറ്റ് കിടക്കണം എന്ന് കേട്ടിട്ടുണ്ട്. അത് പൊതുവെ അങ്ങനെ തന്നെയാണ്. പക്ഷെ ചില ആൾക്കാർക്ക് അത് ചിലപ്പം ശ്വാസം കിട്ടായിക അല്ലെങ്കിൽ ശ്വാസത്തിന് ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. അപ്പൊ അവരുടെ നേരെ കിടക്കുമ്പോൾ ശ്വാസം മുട്ടലായിരിക്കും, ലെഫ്റ്റിലോട്ട് കിടക്കുമ്പോൾ ശ്വാസം മുട്ടലായിരിക്കും. ഇത് ഇവര് റൈറ്റിലോട്ട് കിടക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ? അഥവാ എന്താന്ന് വെച്ചാൽ ഒരു പ്രഗ്നന്റ് ലേഡിക്ക് എങ്ങനെ വേണമെങ്കിലും കിടക്കാം. ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ അല്ലെങ്കിൽ നേരെയോ എങ്ങനെ വേണമെങ്കിലും കിടക്കാം. പൊസിഷൻ ചേഞ്ച് ചെയ്താൽ മാത്രം മതി. ഇതിനെപ്പറ്റി വേറെയും പല ഡൗട്ട്സ് പലർക്കും ഉണ്ട്. അഥവാ ഒരു പ്രഗ്നന്റ് ലേഡി ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് തിരിഞ്ഞ് കിടക്കണമെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് ഇരുന്ന് പിന്നെ റൊട്ടേറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ കിടക്കണം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അതിലൊന്നും ഒരു സയന്റിഫിക് ആയിട്ട് ഒന്നും പറയാനില്ല. നമുക്ക് എങ്ങനെ വേണമെങ്കിലും കിടക്കാം. പക്ഷെ ഒരുപാട് നേരം നമ്മൾ ഒരു സൈഡിൽ തന്നെ കിടക്കുമ്പോൾ അല്ലെങ്കിൽ നേരെ നമ്മൾ മലർന്ന് ഇങ്ങനെ കിടക്കും ഒരുപാട് സമയം, ഒരു 20 മിനിറ്റിൽ കൂടുതൽ നേരമൊക്കെ കിടക്കുമ്പോൾ നമ്മൾ അബ്ഡോമിനൽ വെയിറ്റ് നല്ല കൂടുതലായിരിക്കുമല്ലോ. അപ്പൊ അതൊരു പ്രഷർ ക്രിയേറ്റ് ചെയ്യും. അഥവാ ഹാർട്ടിലേക്ക് വരുന്ന വാൾവിൽ ബ്ലഡ് വെസൽസിലൊക്കെ ഒരു പ്രഷർ ക്രിയേറ്റ് ചെയ്യും. അപ്പൊ ബ്ലഡ് സർക്കുലേഷനെ ബാധിക്കും. പിന്നെ ഈ പ്ലാസന്റയിലേക്ക് കുഞ്ഞിന് കിട്ടേണ്ട പ്ലാസന്റയിലേക്കുള്ള ബ്ലഡ് ഫ്ലോ ചിലപ്പോൾ കുറയാനുള്ള സാധ്യതയുണ്ട്. അങ്ങനത്തെ വിഷയങ്ങളുണ്ട്. അതുകൊണ്ടാണ് മലർന്ന് കിടക്കാൻ വേണ്ടി പാടില്ല എന്ന് പറയുന്നത്. ഇപ്പൊ അതുപോലെ തന്നെ പ്രസവ കാര്യത്തിൽ തന്നെ പറയുകയാണെങ്കിൽ ഈ കുഞ്ഞിന് അമ്മയ്ക്കും 2 ബ്ലഡ് ഗ്രൂപ്പുകളാണ്. ഇപ്പൊ പോസിറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ നമുക്കൊരു ഇഞ്ചക്ഷൻ വരും, അല്ലെങ്കിൽ സ്പോട്ടിംഗ് ഉണ്ടാകുന്ന സമയത്താണ് നമുക്കൊരു ഇഞ്ചക്ഷൻ കാര്യങ്ങൾ വരുന്നത്. അപ്പൊ സ്പോട്ടിംഗ് ഇല്ലാത്ത സമയങ്ങളിൽ ഇഞ്ചക്ഷന്റെ ആവശ്യമുണ്ടോ? ഇല്ല, അത് നിങ്ങൾ പറഞ്ഞത് എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്നുള്ള ഒരു കണ്ടീഷനെ പറ്റിയാണ് നിങ്ങൾ പറയുന്നത്. അഥവാ നെഗറ്റീവ് ബ്ലഡ് ഉള്ള അമ്മയാണെങ്കിൽ
ഫസ്റ്റ് പ്രഗ്നൻസിക്ക് ഒരു കുഴപ്പമില്ല. ഫസ്റ്റ് പ്രഗ്നൻസി ആയി നെഗറ്റീവ് പോസിറ്റീവ് ആണെങ്കിലും കുഴപ്പമില്ല. നെഗറ്റീവ് ഈ പറയുന്ന വിഷയം നെഗറ്റീവ് ബ്ലഡ് ഉള്ള അമ്മമാര് മാത്രം നോക്കിയാൽ മതി. അഥവാ നെഗറ്റീവ് ബ്ലഡ് ആണ് അമ്മേൻ്റെത് എങ്കിൽ ജനിക്കാൻ പോകുന്ന കുട്ടി അത് പോസിറ്റീവ് ബ്ലഡ് ഉള്ള കുട്ടിയാണെങ്കിൽ, അഥവാ അമ്മയുടെ ബോഡിയിൽ പോസിറ്റീവ് ബ്ലഡ് ആയ ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ആ കുട്ടിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ആന്റിബോഡി ഉണ്ടാക്കും. അപ്പോൾ ഡെലിവറിക്ക് ശേഷം നെക്സ്റ്റ് ഇനി ഒരു പ്രഗ്നൻസി ഉണ്ടാവുകയാണെങ്കിൽ, നെക്സ്റ്റ് പ്രഗ്നൻസി ഇതുപോലെ പോസിറ്റീവ് ബ്ലഡ് ഉള്ള കുട്ടിയാണെങ്കിൽ അന്ന് ഉണ്ടാക്കി വെച്ച ആ ആന്റിബോഡി ഈ കുഞ്ഞിനെ നശിപ്പിക്കും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആ ഇഞ്ചക്ഷൻ എടുക്കണം എന്ന് പറയുന്നത്. അല്ലാതെ പോസിറ്റീവ് ബ്ലഡ് ഉള്ള അമ്മയാണെങ്കിൽ ഇതിനെപ്പറ്റി ആലോചിക്കേണ്ട ആവശ്യമില്ല. ഈ വുമൻസിനെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ മാസം മാസം വേദന ഉണ്ടാവും. ഈ പീരീഡ്സിന്റെ വേദന മാസം മാസം ഉണ്ടാവും. പലപ്പോഴും ഇപ്പൊ നമ്മുടെ ലൈഫ് സ്റ്റൈൽ, നമ്മുടെ കാലഘട്ടം മാറി വരുമ്പോൾ തന്നെ പലർക്കും ഈ വേദനയോട് ഒരു ഡിസ്കംഫർട്ട് ഉണ്ട്. എന്തിനാ ഞങ്ങൾക്ക് മാത്രം ഈ വേദന, അല്ലെങ്കിൽ അവർക്ക് അതിനോട് ഡിസ്കംഫർട്ട് ഉണ്ട്. അപ്പം കണ്ടിന്യൂസ്ലി ഓരോ മാസം ഇങ്ങനെ വേദന വരും, അല്ലെങ്കിൽ വേദനയുടെ ആ ഒരു ഇത് മാറുക, റേഞ്ച് മാറുക, ഇച്ചിരി വേദന കൂടുക, അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ ശരിക്കും ഇത് ഈ പീരീഡ്സിലുള്ള വേദന അത് ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? പീരീഡ്സിന്റെ വേദന ട്രീറ്റ് ചെയ്യണോന്ന് ചോദിച്ചാൽ 2 തരത്തിലാണ് പീരീഡ്സിന്റെ പെയിൻ ഉള്ളത്. ഈ പീരീഡ്സ് പെയിനെ പറയുന്നത് ഡിസ്മെനോറിയ എന്നാണ്. 2 തരത്തിലുണ്ട്, പ്രൈമറി ഡിസ്മെനോറിയും സെക്കൻഡറി ഡിസ്മെനോറിയും. പ്രൈമറി എന്ന് പറയുമ്പോൾ നമുക്ക് സ്ട്രെസ് ഉണ്ടാകുമ്പോൾ, വ്യായാമ കുറവുണ്ടാകുമ്പോൾ, ഉറക്ക കുറവുണ്ടെങ്കിൽ, പിന്നെ നമ്മൾ കുറെ ഈ ചായ കാപ്പി അങ്ങനത്തെ ഒക്കെ കുടിച്ച് ശീലമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ചെറിയ രീതിയിൽ ഈ ഡിസ്മെനോറിയ അഥവാ മെൻസസിന്റെ സമയത്തുള്ള വേദനകൾ ഉണ്ടാവും. അത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഹോട്ട് ബാഗ് ഒക്കെ യൂസ് ചെയ്താൽ നമുക്കത് മാനേജ് ചെയ്യാം. എന്നാൽ സെക്കൻഡറി ഡിസ്മെനോറിയ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട്, അഥവാ ഉള്ളിൽ എന്തെങ്കിലും പാത്തോളജി ഉണ്ടാവും. ചിലപ്പോൾ എൻഡോമെട്രിയോസിസ്, യൂട്രൈൻ പോളിപ്പ്, പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസസ്, ഫൈബ്രോയിഡ്സ്, പിന്നെ PCOD, ഈ കണ്ടീഷൻസിലൊക്കെ നമുക്ക് സിവിയർ ആയിട്ടുള്ള വേദന വരും. അപ്പൊ ഓൾറെഡി ഒരു കണ്ടീഷൻ ഉണ്ട്, ആ കണ്ടീഷന്റെ ഭാഗമായിട്ടാണ് ഈ പെയിൻ വരുന്നത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കണ്ടീഷനെ ട്രീറ്റ് ചെയ്യണം. അത് മാറിക്കഴിഞ്ഞാൽ ഈ പെയിനും കുറയും. ഇപ്പം ഡോക്ടർ തന്നെ പറഞ്ഞ PCOD കേസ്, ഇന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ ഏതൊരു ലേഡിയുടെ അടുത്ത്, ഒരു വുമന്റെ അടുത്തും ചെല്ലുമ്പോൾ അവർക്ക് ഒരു PCOD കണ്ടീഷൻസ് ഇപ്പം പറയാറുണ്ട്, പലരും ആൾക്കാരും പറയാറുണ്ട്. ഈ PCOD എന്ന കാരണം ഇത് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ? ഇത് എന്ത് കാരണത്താലായിരിക്കും ഒരു പെണ്ണ് PCOD വരുന്നത്? അതല്ലെങ്കിൽ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാൻ പറ്റുമോ? അഥവാ PCOD വരുന്നതിന്റെ കാരണം എന്താന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഒരു 10 പേരെ, വെറുതെ പോകുന്ന 10 പേരെ വിളിച്ച് ഒന്ന് സ്കാൻ ചെയ്താൽ അതിൽ 2 3 പേർക്ക് PCOD ഉണ്ടാവും. അത്രയും കോമൺ ആണ് PCOD. അപ്പൊ PCODന്റെ കാരണങ്ങൾ നമ്മൾ വിചാരിക്കുന്നത് ചിലപ്പോൾ ലൈഫ് സ്റ്റൈലിന്റെ മാറ്റങ്ങളായിരിക്കും. പിന്നെ ഈ കുറെ ഹോർമോണൽ ചിക്കൻസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്, അത് നമ്മളെ ഫുഡ് ഹാബിറ്റും നമുക്ക് വ്യായാമ കുറവും ഒക്കെയാണ്. പിന്നെ ഒരുപാട് അളവില് നമ്മൾ ഈ ചോറും അങ്ങനെ കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയ ഫുഡൊക്കെ കൂടുതൽ കഴിക്കുമ്പോഴാണ് ഇത് വരുന്നത്. നമ്മൾ നല്ല രീതിയിൽ വ്യായാമം ചെയ്യുക, നമ്മൾ നല്ല ഡയറ്റ് ഫോളോ ചെയ്യുക, നല്ല സ്ലീപ്പ് ഉണ്ടാവുക, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് PCOD മരുന്നില്ലാതെ തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു അസുഖമാണ്. ഇനി അതിന് ഒരുപാട് ലക്ഷണങ്ങളും അത് വല്ലാതെ പ്രോഗ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹോമിയോപ്പതിയിൽ PCODക്ക് വളരെ ഫലപ്രദമായ ട്രീറ്റ്മെന്റ് ഉണ്ട്. അല്ല, ഇപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ഇപ്പൊ ഇപ്പം കേട്ടിട്ടുണ്ട് ഈ PCOD ഉള്ളവർക്ക് പ്രഗ്നൻസിയിലോട്ട് ഭയങ്കര പാടാന്ന് കേട്ടിട്ടുണ്ട്. ഒന്നത്തെ ദിവസം അത് ശരിയാണോ? ഇനി അതെ, അപ്പൊ ഇനി സപ്പോസ് ഇപ്പൊ PCOD ഹൈയിൽ നിൽക്കുന്ന ഒരു ആൾക്ക്, ഒരു പെൺകൊച്ചിന് ഇനി ആ PCODയിൽ നിന്ന് രക്ഷപ്പെട്ട് അവർക്ക് പഴയ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് മാറാൻ പറ്റുമോ? തീർച്ചയായിട്ടും മാറാൻ പറ്റും. ട്രീറ്റ്മെന്റ് പറഞ്ഞല്ലോ, ഹോമിയോപ്പതിയിൽ വളരെ ഫലപ്രദമായ ട്രീറ്റ്മെന്റ് PCODക്ക് ഉണ്ട്. ട്രീറ്റ്മെന്റ് എടുത്ത് അസുഖം മാറിക്കഴിഞ്ഞാൽ കൺസീവ് ആവും. ഇനി ചെറിയ രീതിയിലുള്ള PCOD സ്റ്റാർട്ടിംഗ് ഒക്കെ ആണെങ്കിൽ PCOD ഉള്ള ആളുകൾ തന്നെ പ്രഗ്നന്റ് ആവും, അവര് കുട്ടികളുണ്ടാവും, ഒരു കുഴപ്പം അതിനെ കൊണ്ട് ഉണ്ടാവാറില്ല. അഥവാ PCOD ഉണ്ടാവുമ്പോൾ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാവും, നോർമലി കൺസീവ് ആവാൻ ബുദ്ധിമുട്ടാവും, നല്ല ക്വാളിറ്റി ഉള്ള അണ്ടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാത്ത അവസ്ഥ വരും, അഥവാ ഓവുലേഷൻ നടക്കാത്ത അവസ്ഥ വരും PCODയിൽ. അഥവാ ചില ആളുകൾക്ക് PCOD സ്റ്റാർട്ടിംഗ് ആണെങ്കിലും ഓവുലേഷൻ ഒക്കെ നടക്കും, ഹോർമോണൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ നാച്ചുറൽ ആയിട്ട് അവർ കൺസീവ് ആവും. ഇനി അഥവാ ഓവുലേഷൻ നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഓവുലേഷൻ നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മെഡിസിനും കാര്യങ്ങളൊക്കെ കൊടുക്കണം. ട്രീറ്റ്മെന്റ് എടുത്തതിന് ശേഷം അവർക്ക് കൺസീവ് ആവാവുന്നതേ ഉള്ളൂ. പക്ഷെ അത് ലോങ് ടൈമിൽ പിന്നെയും തിരിച്ചു വരുമല്ലോ. അത് പിന്നെ അവരുടെ ലൈഫ് സ്റ്റൈലൊക്കെ മാറുന്ന സമയത്ത് ചിലപ്പോൾ തിരിച്ചു വരും. എല്ലാ ലൈഫ് സ്റ്റൈലിനെ തീർച്ചയായിട്ടും. അപ്പൊ ഇത് ഈ ലേഡീസിന്റെ കേസ് തന്നെ പറയുമ്പോ ഇപ്പം ഏറ്റവും കൂടുതൽ മുമ്പിൽ വന്നിരിക്കുന്ന ഒരു കാര്യമാണ് ഈ മെൻസ്ട്രൽ കപ്പ്. അപ്പം അത് ശരിക്കും ടോക്ക് ചെയ്യേണ്ട ഒരു കൺസെപ്റ്റ് തന്നെയാണ്. ഇപ്പം കാരണം പലർക്കും ഇത് എപ്പോഴും പാട് വെച്ച് മാറുക, അതിന്റെ ബുദ്ധിമുട്ട് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം ഈ മെൻസ്ട്രൽ കപ്പ് ശരിക്കും പറഞ്ഞാൽ നല്ലതാണ്, ബോഡിക്ക് നല്ലതാണോ? ഇത് ഗുണം ചെയ്യുമോ? മെൻസ്ട്രൽ കപ്പ് വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അത് ഉപയോഗിച്ചവർക്ക് അറിയാം. കാരണം പലരും യൂസ് ചെയ്യുന്നത് തുണികള്, ഇപ്പൊ
കുട്ടികളൊക്കെ ആണെങ്കിൽ പാഡാണ് യൂസ് ചെയ്യുന്നത്, നമുക്ക് ലീക്കേജ് ഉണ്ടാവും. പിന്നെ നമുക്കൊരു കംഫർട്ടബിൾ ആയിട്ട് ഒരു സ്ഥലത്ത് ഇരിക്കാനോ ഒന്ന് ഉറങ്ങാനോ ഒന്നും തന്നെ പറ്റില്ല. എന്നാൽ ഈ മെൻസ്ട്രൽ കപ്പ് ആണെങ്കിൽ നമുക്ക് ഈസിലി ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. അതിന്റെ മെത്തേഡ്സ് ഒക്കെ നമുക്ക് വീഡിയോസ് ഒക്കെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. വളരെ നല്ല രീതിയിൽ ഇൻസേർട്ട് ചെയ്യാനും പറ്റും, അത് എടുക്കാനും പറ്റും. അതിന്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ നമ്മൾ ഈ പാഡൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഒരുപാട് ബ്ലഡ് കെട്ടിയുന്നു, ഒരുപാട് നേരം പാഡ് ഇങ്ങനെ വെച്ചിരിക്കുകയാണെങ്കിൽ ഫംഗസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്, ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ കപ്പാണെങ്കിൽ സേഫ് ആണ്. നമ്മളൊരു 3 മണിക്കൂർ കൂടുമ്പോൾ അത് മാറ്റിയാൽ മതി, അഥവാ ചേഞ്ച് ചെയ്യുക. അതിൽ കളക്ട് ആയിട്ടുള്ള ബ്ലഡ് കളയുക, വാഷ് ചെയ്യുക, പിന്നെ ഇൻസേർട്ട് ചെയ്യുക. അത് നന്നായിട്ട് തിളപ്പിച്ച് ഇതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. അഥവാ ഒരു പീരീഡ്സ് കഴിഞ്ഞ് നമ്മൾ അത് എടുത്ത് വെക്കുന്ന സമയത്ത് ഒന്നും കൂടെ ചൂടുവെള്ളത്തിലിട്ട് തിളപ്പിച്ചതിന് ശേഷം മാത്രം എടുത്ത് വെക്കുക. ഈ ഒരു മെൻസ്ട്രൽ കപ്പ് നമുക്ക് എത്ര സൈക്കിൾ, എത്ര നാൾ വരെ യൂസ് ചെയ്യാൻ പറ്റും? അത് ഓരോ കമ്പനിയിലെ പോലെയാണ്. ചിലർ പറയുന്നത് ചിലപ്പോൾ 8 വർഷം വരെയൊക്കെ യൂസ് ചെയ്യാന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും വർഷത്തിൽ ഒന്ന് മാറ്റിയാൽ പോലും നമുക്ക് പൈസ നോക്കുകയാണെങ്കിൽ നമ്മൾ എത്ര പാഡ് വാങ്ങുന്നു, പാഡ് ആണെങ്കിൽ ഒരു പാഡിന് ഒരു 10-50 രൂപയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു മെൻസ്ട്രൽ കപ്പിന് ഒരു 250-300 മാക്സിമം 400 രൂപയൊക്കെ ഉള്ളൂ. അപ്പൊ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇയർലി നമ്മൾ ചേഞ്ച് ചെയ്താലും കുഴപ്പമില്ല. ഇപ്പൊ നമ്മൾ ഈ ലേഡീസിന്റെ കാര്യം പറയുമ്പോൾ ജെന്റ്സിന് ഫേസ് ചെയ്യുന്ന ഒരു വലിയ ഘടകമാണ് അത്. പക്ഷെ അത്ര ഇല്ലെങ്കിൽ പോലും ഈ ഇൻഫെർട്ടിലിറ്റി, ഈ മെയിൻലി ഈ ജെന്റ്സിന് ഇൻഫെർട്ടിലിറ്റി വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് മാഡം? മെയിൻ ആയിട്ട് സ്ട്രെസ് തന്നെയാണ്. ഒരുപാട് ജോലി തിരക്കുള്ള ആളുകൾ, കുറെ വർക്ക് പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സ്ട്രെസ് നമ്മളുടെ ഈ സെമൻ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ ബാധിക്കുന്നുണ്ട്. പിന്നെ നമ്മളെ ലൈഫ് സ്റ്റൈൽ തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു റീസൺ. പിന്നെ ഈ അമിതമായ ഫോൺ ഉപയോഗവും കാര്യങ്ങളൊക്കെ, റേഡിയേഷൻ പറയുന്നുണ്ട്, അത് പ്രൂവ്ഡ് അല്ല, പക്ഷെ അതും ഒരു കാരണമായിട്ട് പറയുന്നുണ്ട്. പിന്നെ ഹോമിയോപ്പതിന്റെ ബിലീഫ് പ്രകാരമാണെങ്കിൽ ചിലപ്പോൾ എക്സ്റ്റേണലി എന്തെങ്കിലും സ്കിൻ ലെവലിൽ എന്തെങ്കിലും അസുഖമുള്ള ആളുകൾ അത് ഓയിൽമെന്റ്സ് പോലത്തെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ തേച്ച് അത് ആ കണ്ടീഷൻ സപ്രസ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ കൗണ്ട് കുറയാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് വരാം. അങ്ങനെ ഒരുപാട് റീസൺസ് ഉണ്ട്. പിന്നെ നമ്മൾ ജനറലി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അഥവാ നമ്മളുടെ ഈ ജെൻസിന്റെ ഈ ടെസ്റ്റിക്കിളിന്റെ ആ ഒരു ഏരിയയിൽ നമ്മൾ ടെമ്പറേച്ചർ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. അഥവാ ചൂട് പറ്റില്ല, ചൂട് ഉണ്ടാകുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള സ്പേംസ് ഉണ്ടാവില്ല. അപ്പോൾ ഹീറ്റ് എക്സ്പോഷർ മാക്സിമം കുറയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ഈ ഹീറ്റ് എക്സ്പോഷർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ സ്ക്രോട്ടൽ റീജിയൻ നല്ല തണുത്ത വെള്ളത്തിൽ ഇടയ്ക്കിടയ്ക്ക് വാഷ് ചെയ്യുന്നത് നല്ലതാണ്. ടൈറ്റ് ആയിട്ടുള്ള അണ്ടർവെയർസ് യൂസ് ചെയ്യാതിരിക്കുക. ഓവർ ടൈറ്റ് ആകുമ്പോൾ ആ ഏരിയയിൽ ഹീറ്റ് ആവും. പിന്നെ ഒരു ബോക്സർ ടൈപ്പ് അണ്ടർവെയർ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഈ ബൈക്കൊക്കെ യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമ്മൾ ഒരുപാട് നേരം വെയിലത്തൊക്കെ വെച്ച് അത് ബൈക്കിന്റെ മേലെ കയറിയിരിക്കുമ്പോൾ ആ ഏരിയ ഭയങ്കര ചൂടായിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള ചൂടുകളൊക്കെ മാക്സിമം ഹീറ്റ് എക്സ്പോഷർ, ഇനി കൂടുതൽ ഹീറ്റ് എക്സ്പോഷർ ഉള്ള ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ തൽക്കാലം നിങ്ങൾ ഒരു ബേബിക്ക് വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് തൽക്കാലത്തേക്ക് ഒന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഇപ്പൊ നമ്മളിപ്പോ ഒരു കല്യാണം കഴിഞ്ഞ ദമ്പതികൾ ഇപ്പം പലർക്കും പെട്ടെന്ന് കുഞ്ഞ് വേണമെന്ന് ആഗ്രഹം ഉള്ളവരുണ്ടാവും. അപ്പം ഈ ഒരു 6 മാസമായിട്ട് പ്രഗ്നൻസിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ അവർക്ക് ഒരു കുഞ്ഞിന്റെ ഒരു ഇതിലേക്ക് വരുന്നില്ല. അപ്പൊ അതൊരു ഇൻഫെർട്ടിലിറ്റി കാരണത്തോടെ തന്നെ ആയിരിക്കുമോ? അല്ല, തീർച്ചയായിട്ടും. അഥവാ ഒരു കൺസൾട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ആ സമയം? ഇല്ല, ഒരിക്കലും ഇല്ല. അഥവാ ഒരു വർഷം ഹസ്ബൻഡും വൈഫും കൂടെ നിന്ന് പ്രഗ്നൻസിക്ക് വേണ്ടി ട്രൈ ചെയ്തിട്ട് കൺസീവ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഇൻഫെർട്ടിലിറ്റി ആയിട്ട് കണക്കാക്കാം. അതിന് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളൊരു ഡോക്ടറെ സമീപിക്കേണ്ടതുള്ളൂ, ടെസ്റ്റുകൾ ഫർദർ ചെയ്യണമെങ്കിൽ ചെയ്യേണ്ടതുള്ളൂ. അല്ലാതെ ഒരു 6 മാസം കൊണ്ട് നമുക്ക് ഇത് ഇൻഫെർട്ടിലിറ്റി ആണെന്ന് പറയാൻ പറ്റില്ല. എല്ലാം നോർമൽ ആണെങ്കിൽ കൂടിയും ആ പ്രോസസ് ഒക്കെ ഒന്ന് ശരിയായി വരാൻ ഒരു ടൈം എടുക്കും. അത് 1 ഇയറിനുള്ളിൽ നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ഒരു ഡോക്ടറെ കാണും. മെയിലിന്റെ വിഷയത്തിലാണെങ്കിൽ സെമൻ അനാലിസിസ് ചെയ്യണം, കൗണ്ട്, മോട്ടിലിറ്റി ഒക്കെ നോർമൽ അല്ലേ നോക്കണം. പിന്നെ അതുപോലെ തന്നെ ഹോർമോൺസ് ഒക്കെ ഓക്കെ അല്ലേ നോക്കണം. സ്ത്രീകളുടെ കേസിലാണെങ്കിൽ സ്കാൻ ചെയ്തിട്ട് വേറെ അബ്നോർമാലിറ്റീസ് ഒന്നും ഇല്ല, പിന്നെ ഹോർമോൺസ് ഒക്കെ നോർമൽ ആണ് എന്നൊക്കെ നോക്കേണ്ടതുണ്ട്. ഇപ്പൊ ഇൻഫെർട്ടിലിറ്റി വന്ന ഒരു പുരുഷന് അത് നമുക്ക് ഒരു ട്രീറ്റ്മെന്റിലൂടെ അതിനെ മാറ്റിയെടുക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടും. അഥവാ മെയിൽസിന്റെ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് എനിക്കൊന്ന് ഹോമിയോപ്പതി തന്നെയാണ് ഏറ്റവും കൂടുതൽ. പലരും നമ്മളടുത്ത് ഈ IVF ഒക്കെ ചെയ്തിട്ടും മാറുന്നില്ല എന്ന് പറഞ്ഞ ആളുകൾ വരുന്നു, അഥവാ കുട്ടികളാവുന്നില്ല എന്ന് പറഞ്ഞ ആളുകൾ വരുന്നു. അവർക്ക് കുട്ടികളാവുന്നു, അവർക്ക് തന്നെ അത്ഭുതമാണ് ഇത് എങ്ങനെ. ചിലപ്പോൾ ഒരു 6 മാസം കൊണ്ടൊക്കെ വൈഫ് കൺസീവ് ആവുന്നു, അവർക്കും അത്ഭുതമാണ് അത് എങ്ങനെയാണ് സംഭവിക്കുന്നത്. കാരണം ഹോമിയോപ്പതിയിൽ കൗണ്ട് കൂട്ടാൻ വളരെ ഫലപ്രദമായ ട്രീറ്റ്മെന്റ് ഉണ്ട്. അതുപോലെ തന്നെ വേറെ ഈ ഹോർമോണൽ ഈ കുറവൊക്കെ ആണെങ്കിൽ അത് പരിഹരിക്കാനൊക്കെ ഉള്ള മരുന്നുകൾ ഹോമിയോപ്പതിയിലുണ്ട്. അതുപോലെ ഈ കൗണ്ടിന്റെ കേസ് പറഞ്ഞ പോലെ നമുക്ക് സ്പെം കൗണ്ട് കൂട്ടാൻ വേണ്ടി നമുക്ക് ഒരാൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും?
എങ്ങനെ മരുന്നായിട്ടാണോ ചോദിക്കുന്നത്? മരുന്നായിട്ടല്ല, നമ്മുടെ ലൈഫ് സ്റ്റൈലിന്. ലൈഫ് ഇപ്പൊ സ്റ്റൈൽ. നമുക്കിപ്പോ ആൾക്കാർ, ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകും, പലപ്പോഴും പല ആണുങ്ങൾക്കും ഇത് പോയി പറയാൻ അല്ലെങ്കിൽ ഇത് കാണിക്കാനുള്ള ഒരു ഭയങ്കരമായ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്താൽ, നമ്മുടെ ഫുഡ് ഹാബിറ്റ് ചേഞ്ച് ചെയ്താൽ ഇത് മാറ്റിയെടുക്കാൻ പറ്റുമോ? അത് പറ്റുവാണെങ്കിൽ അത് എങ്ങനെ? നല്ല രീതിയിലുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യാന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. പിന്നെ സ്ട്രെസ് ഉണ്ടെങ്കിൽ അത് കുറക്കുക. നല്ല വിശ്രമം നിർബന്ധമാണ്, വ്യായാമം നിർബന്ധമാണ്. പിന്നെ അതുപോലെ നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. ഡീഹൈഡ്രേഷൻ ഉണ്ടായാൽ സ്പേം കൗണ്ടിനെ അത് ബാധിക്കും. എപ്പോഴും നമ്മൾ ഹൈഡ്രേറ്റ് ആയിരിക്കുക. മിനിമം ഒരു 3 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ ടെസ്റ്റോസ്റ്ററോണിന്റെ അളവ് കൂട്ടുന്ന ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അഥവാ ഇലക്കറികൾ, മുരിങ്ങ, ചീര, അതുപോലെ ഈ പോമോഗ്രാനൈറ്റ് വളരെ നല്ലതാണ്, മുരിങ്ങക്കായ നല്ലതാണ്. പിന്നെ അതുപോലെ ബദാം, അണ്ടിപ്പരിപ്പൊക്കെ ഡെയിലി രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നത് നല്ലതാണ്. ഇതൊക്കെ ഫോളോ ചെയ്താലും മതി. അതിപ്പോ ഈ ഇൻഫെർട്ടിലിറ്റി പറ്റി പറഞ്ഞ സമയത്ത് IVF നെ പറ്റി മാം പറഞ്ഞു. ശരിക്കും ഈ IVF ചെയ്യുന്നത് നല്ലതാണോ? ഒന്ന്. രണ്ട്, ഈ വരുന്ന കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടാവും? ഇപ്പൊ നമുക്ക് നോർമൽ ഡെലിവറി അല്ലെങ്കിൽ നമുക്ക് അല്ലാതെ ചെയ്യുന്നതും തമ്മിൽ എന്താണ് വ്യത്യാസം? അത് കുഞ്ഞിനെ ബാധിക്കുമോ? അഥവാ IVF എന്ന് പറഞ്ഞാൽ ഒരു അമ്മയാവുക അല്ലെ അച്ഛനാവുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു ഡ്രീമാണ്. അപ്പോ നാച്ചുറൽ ആയിട്ട് കൺസീവ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവര് ട്രീറ്റ്മെന്റിൽ പോകും. ട്രീറ്റ്മെന്റ് പോയി ഇപ്പൊ ആയുർവേദം ട്രൈ ചെയ്യും, ഹോമിയോ ട്രൈ ചെയ്യും, അലോപ്പതിയിലാണെങ്കിലും മെഡിസിൻസ് കുറെ ട്രൈ ചെയ്യും. എന്നിട്ടൊന്നും അത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്കുള്ള ഒരു ഓപ്ഷൻ IVF തന്നെയാണ്. അതിൽ കുഞ്ഞുങ്ങളാവുന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം അൾട്ടിമേറ്റ് എയിം അമ്മയാവുക അച്ഛനാവുക എന്നുള്ളതാണല്ലോ. അതിലൊരു കുഴപ്പമില്ല. ആ കുട്ടികൾക്ക് അങ്ങനെ ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങളൊന്നും വരാനുള്ള സാധ്യതകളൊന്നും ഇല്ല കേട്ടോ. കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് എക്സ്പെൻസീവ് ആണെന്നേ ഉള്ളൂ. ഇത് പിന്നെ നമ്മുടെ ഈ ഇപ്പം ഓൾറെഡി നമ്മൾ പറഞ്ഞു വുമൻസിന്റെ ഒരുപാട് മാറ്റങ്ങൾ വരും, ബോഡിയിൽ എപ്പോഴും മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഈ IVF ചെയ്യുമ്പോൾ അവർക്ക് അത് പിന്നെ അവർക്ക് എന്തെങ്കിലും ഇംബാലൻസ് വരാൻ സാധ്യതയുണ്ടോ? അത് അഥവാ IVF ഒക്കെ ചെയ്യുമ്പോൾ നമ്മള് ഫീമെയിൽസ് അഥവാ മദർ നല്ല കെയർ വേണ്ട സമയമാണ്. അഥവാ ഒരുപാട് ഹോർമോണൽ സപ്പോർട്ട് വേണം. അപ്പോൾ IVF ഒക്കെ ചെയ്തിട്ടുണ്ടാവുകയാണെങ്കിൽ തന്നെയും ബോഡീനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവർ ഒരുപാട് മെഡിസിൻസ്, ഹോർമോൺസ് സപ്പോർട്ടീവ് ആയിട്ട് ഒരുപാട് മെഡിസിൻസ് കൊടുക്കും. അതൊക്കെ ചിലപ്പോൾ ഹൈ ഡോസിലുള്ളത് തന്നെ ആയിരിക്കും. പക്ഷെ അതുകൊണ്ട് ഭാവിയിൽ പ്രശ്നങ്ങൾ അഥവാ മെഡിസിൻ്റെതായിട്ടുള്ള സൈഡ് എഫക്ട്സ് ഉണ്ടാവും, മദറിന് ഉണ്ടാവാനുള്ള സാധ്യത നല്ലപോലെ ഉണ്ട്. അത് ഫ്യൂച്ചറിൽ ഇനിയിപ്പോ ഒരു അടുത്തൊരു കുഞ്ഞിനെ പറ്റി ആലോചിക്കുമ്പോൾ ആ പ്രശ്നങ്ങൾ വരുമോ? അങ്ങനെ ചെയ്യുന്നവർ അടുത്ത കുഞ്ഞിനെ പറ്റി ആലോചിക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം അത്രയും അവർ സ്ട്രഗിൾ ചെയ്യും. കാരണം റെസ്റ്റിന്റെ കാര്യത്തിലാണെങ്കിലും അവര് വീക്ക് ആവും ആഫ്റ്റർ ഡെലിവറി. അപ്പൊ പിന്നെ അവര് സാധ്യതയില്ല നെക്സ്റ്റ് ഒരു IVF നെ പറ്റി ചിന്തിക്കാൻ. ചെയ്യുന്ന ആളുകളുണ്ട്, ഇല്ലാന്നല്ല, സാധ്യത കുറവാണ്. സാധാരണ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ചില ആൾക്കാർ നന്നായിട്ട് ഫുഡ് കഴിക്കും പക്ഷെ വണ്ണം വെക്കത്തില്ല. അതുപോലെ തന്നെ ചിലർ വണ്ണം ഉള്ളത് ഫുഡ് കുറയ്ക്കും പക്ഷെ വണ്ണം കുറയത്തില്ല. ഇത് എന്തുകൊണ്ടായിരിക്കും? ബോഡി നമുക്കതിനെ നമുക്കൊരു ട്രീറ്റ് ചെയ്ത് ശരിയാക്കാൻ പറ്റുമോ? അതല്ലെങ്കിൽ ലൈഫ് സ്റ്റൈലിൽ അത് ചേഞ്ച് ചെയ്ത് ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ? അഥവാ എത്ര കഴിച്ചാലും വണ്ണം വെക്കാത്തത് ശരിക്കും ലക്കി ആയിട്ടുള്ള ആളുകളാണ്. എല്ലാവരുടെയും ആഗ്രഹമാണ് എത്ര കഴിച്ചാലും വണ്ണം ഭയങ്കര ക്ലീനായിട്ട് വരത്തില്ല, ഭയങ്കര മെലിഞ്ഞു വരുന്ന ഇച്ചിരി ബോഡി വേണം എന്നുള്ള ആഗ്രഹമുള്ള. അതിന് മെഡിക്കൽ കണ്ടീഷൻസ് പലതും ഉണ്ട്. ഇപ്പോ ഹൈപ്പർ തൈറോയിഡിസം പോലത്തെ കണ്ടീഷൻസ്. ഹൈപ്പർ തൈറോയിഡിസത്തില് നമ്മൾ മെലിഞ്ഞു പോകും. അതുപോലെ ലീൻ PCOD ഉണ്ട്. PCODയിൽ തന്നെ മെലിഞ്ഞു പോകുന്ന ഒരു ടൈപ്പ് ഓഫ് PCOD ഉണ്ട്. പിന്നെ അനീമിയ. ഒബ്വിയസ്ലി അനീമിയ ഉള്ള ആളുകൾക്ക് ഈ പറഞ്ഞ പോലെ വെയിറ്റ് ഗെയിൻ ഉണ്ടാവില്ല. പിന്നെ വയറ്റിൽ വിരയന്റെ അസുഖമുള്ള ആളുകൾ എത്ര കഴിച്ചാലും നിന്റെ വയറ്റിൽ എന്താ വിരയുണ്ടോ എന്ന് ചോദിക്കാറില്ലേ? അതുപോലെ വിരയുടെ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്നതൊന്നും അബ്സോർപ്ഷൻ പ്രോപ്പർ ആയിട്ട് നടക്കില്ല. പിന്നെ അതുപോലെ ഡയബറ്റിസ് ഉള്ള ആളുകൾക്ക്, പിന്നെ സ്ട്രെസ്, ഒബ്വിയസ്ലി സ്ട്രെസ് ഉണ്ടെങ്കിൽ നമ്മൾ വെയിറ്റ് വെക്കത്തില്ല. നല്ല സ്ട്രെസ് ഉള്ള ആണെങ്കിൽ വെയിറ്റ് കുറയും. അങ്ങനെ കുറെ റീസൺസ്. പിന്നെ അതുപോലെ കുറച്ച് കഴിച്ചാലും വണ്ണം വെക്കുന്ന ആള്, എന്നാൽ തീരെ കഴിക്കാതെയും വണ്ണം വെക്കുന്ന ആള്, അതും ഡിസീസ് ആയിട്ട് റിലേറ്റഡ് ആണ്. അഥവാ ഹൈപ്പോ തൈറോയിഡിസ് ഉള്ള ആളുകൾക്കൊക്കെ വെയിറ്റ് ഗെയിൻ വല്ലാതെ ഉണ്ടാവും. PCODയിൽ വെയിറ്റ് ഗെയിൻ ഉണ്ടാവും. അങ്ങനെ കുറെ കണ്ടീഷൻസിൽ വെയിറ്റ് വെക്കും. കഴിച്ചിട്ടില്ലെങ്കിലും വെയിറ്റ് വെക്കും. ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മിക്ക അസുഖങ്ങളും നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ മാറ്റി കഴിഞ്ഞാൽ ശരിയാകുന്നതാണ്. ഇപ്പൊ നമ്മള് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രശ്നം അനുഭവിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ മുടി കൊഴിച്ചിൽ. ഈ മുടി കൊഴിച്ചിൽ ചിലപ്പം വെള്ളത്തിന്റെ ആകാം, പല കാരണങ്ങളാലും ആകാം. പക്ഷെ ഈ മുടി കൊഴിച്ചിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇതിനെ നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റും അത് ട്രീറ്റ് ചെയ്ത്? തീർച്ചയായിട്ടും. അത് നമ്മള് മുടി കൊഴിച്ചിലിന് ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ എന്താണ് മുടി കൊഴിച്ചിലിന്റെ കാരണം എന്നാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. ആ കാരണത്തിനെ സോൾവ് ചെയ്താൽ മുടി കൊഴിച്ചിൽ കുറയും. ചിലപ്പോൾ മെഡിസിന്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ ഒരു അയൺ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ മുടി കൊഴിയും. ഇനി സ്ട്രെസ് ഉണ്ടെങ്കിൽ സ്ട്രെസ് മാനേജ് ചെയ്താൽ മതി, മുടി കൊഴിച്ചിൽ നിൽക്കും. ഈ വൈറ്റമിൻ D ഡെഫിഷ്യൻസി എല്ലാവർക്കും ഉള്ളതാണ്. വൈറ്റമിൻ D ഡെഫിഷ്യൻസി കാരണം ആരും പഴയതുപോലെ വെയിൽ കൊള്ളുന്നില്ല. വെയിൽ കൊണ്ടാലേ വൈറ്റമിൻ D അബ്സോർപ്ഷൻ നടക്കുള്ളൂ. അത് സ്കിന്ന് വഴിയാണ് അബ്സോർപ്ഷൻ നടക്കുന്നത്. അപ്പൊ അത് നടക്കുന്നില്ല
എന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടാവും. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും പ്രശ്നത്തിലാവും. പ്രത്യേകിച്ച് മുടി കൊഴിച്ചിൽ നല്ലപോലെ ഉണ്ടാവും. പിന്നെയുള്ള മെയിൻ പ്രശ്നമാണ് ഡാൻഡ്രഫ്, സ്കാൽപ്പിൽ വരുന്ന ഡ്രൈനെസ്. അഥവാ ഡാൻഡ്രഫ് ഉണ്ടാവുമ്പോഴും മുടി കൊഴിച്ചിലുണ്ടാവും. അങ്ങനെ ഒരുപാട് റീസൺസ് മുടി കൊഴിച്ചിലിന്റെ പിന്നിലുണ്ട്. ഇപ്പം ജെൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഈ മുടി കൊഴിച്ചിൽ കാരണങ്ങളൊന്നും ഒരിക്കലും നമ്മൾ ട്രീറ്റ് ചെയ്യാൻ പോകാറില്ല, നമ്മൾ ശ്രദ്ധിക്കാറില്ല അത്രയും. അപ്പൊ നമുക്ക് ജെൻസിനായിട്ട് ഇപ്പൊ ഒരു മുടി കൊഴിച്ചിലുള്ള ഒരാൾക്ക് ഉം. എങ്ങനെ വീട്ടിൽ നമുക്കൊരു നാച്ചുറൽ റെമഡി ആയിട്ട് നമുക്ക് അതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും? അഥവാ ഞാൻ പറഞ്ഞല്ലോ, മുടി കൊഴിച്ചിലിന് പല റീസൺസും ഉണ്ട്. ഇപ്പോ ജസ്റ്റ് ഒരു വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കൊണ്ടാണ് അയാളുടെ മുടി കൊഴിയുന്നതെങ്കിൽ വീട്ടിൽ നിന്ന് നാച്ചുറൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്താലും അത് സോൾവ് ആവില്ല. ഫസ്റ്റ് എന്തായാലും ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് വൈറ്റമിൻ ഡിയും ഹിമോഗ്ലോബിനും ഒക്കെ നോർമൽ ആണോ എന്നുള്ളത് ഫസ്റ്റ് ഫൈൻഡ് ചെയ്യണം. അത് നോർമൽ ആണെങ്കിൽ നമുക്ക് ചിലപ്പോ താരൻ കൊണ്ടായിരിക്കാം ഇത് വരുന്നത്. അങ്ങനെയാണെങ്കിൽ താരന് ട്രീറ്റ്മെന്റ് ഉണ്ട് ഹോമിയോപ്പതിയിൽ. പക്ഷെ ഒരിക്കലും നമ്മൾ എക്സ്റ്റേണൽ അപ്ലിക്കേഷൻസ് ഒന്നും തന്നെ ചെയ്ത് താരനെ സപ്രസ് ചെയ്യാൻ വേണ്ടി പാടില്ല. നമ്മുടെ ബിലീഫാണ് പറയുന്നത്. മറ്റു സിസ്റ്റം ചിലപ്പോൾ ഇത് അംഗീകരിക്കില്ല. അഥവാ നമ്മൾ എക്സ്റ്റേണൽ അപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നമ്മളുടെ ഡിസീസ് അഥവാ ലീസ്റ്റ് ഇമ്പോർട്ടന്റ് ഓർഗനിൽ നിന്ന് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഓർഗനിലേക്ക് ഡിസീസ് ട്രാൻസ്ഫർ ആവും. അഥവാ ചെറിയ അവയവത്തിൽ നിന്ന് വലിയ അവയവത്തിലേക്ക് അസുഖം ട്രാൻസ്ഫർ ആവും. അതുപോലെ നമ്മൾ ഡാൻഡ്രഫ് ഒക്കെ സപ്രസ് ചെയ്താൽ ചിലപ്പോൾ ഭാവിയിൽ സോറിയാസിസ് പോലുള്ള അസുഖങ്ങളൊക്കെ അയാൾക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെ ഈ ഡാൻഡ്രഫ് ഒക്കെ നോർമലി മാനേജ് ചെയ്യാന്നുള്ളത്, സാധാ നോർമൽ കോക്കനട്ട് ഓയിൽ കുറച്ച് കയ്യിലെടുക്കുക, എന്നിട്ട് ഒരു 2 മിനിറ്റ് സ്കാൽപ്പിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അഥവാ ഈ ഹെയറിന്റെ റൂട്ടിലാണ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്ലൈ ചെയ്തതിന് ശേഷം ഇടവിട്ടിട്ടുള്ള ചീർപ്പ് അഥവാ കോമ്പ് ഉണ്ടല്ലോ, അതിനെ കൊണ്ട് ഫ്രണ്ട് ടു ബാക്ക് വരെ മെല്ലെ വാരി കൊടുക്കുക. ഫ്രണ്ട് ടു ബാക്ക് അത് എന്തിനാ ചെയ്യുന്നത് വെച്ചാൽ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അമർത്തി വാരി അതൊക്കെ പറിച്ചെടുക്കാനല്ല, മെല്ലെ വാരിയാൽ മതി. ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോൾ സ്കാൽപ്പ് ഹെൽത്ത് ഇംപ്രൂവ് ആവും. മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ മുടി കൊഴിച്ചിൽ കുറയും, കൊഴിഞ്ഞ ഹെയർ ഫോളിക്കിൾസിന് പുതിയ ഹെയർസ് വരും, ഡാൻഡ്രഫ് കുറയും. മൊത്തത്തിൽ സ്കാൽപ്പിന്റെ ഹെൽത്ത് ഇംപ്രൂവ് ആവും, മുടി കൊഴിച്ചിൽ കുറയും. അതുപോലെ തന്നെ നമ്മളിപ്പോ ചോദിക്കുകയാണെങ്കിൽ ഇപ്പം സിഗരറ്റും ഡ്രിങ്ക്സും പിന്നെ മദ്യവും ഇത് രണ്ടും ഡേഞ്ചർ തന്നെയാണ്. പക്ഷെ ഡോക്ടറിന്റെ ഒരു കൺസെപ്റ്റിൽ ഏറ്റവും ഡേഞ്ചർ ഏതാണ്? അത് സംശയം സ്മോക്കിംഗ് തന്നെയാണ്. അഥവാ രണ്ടും ഡേഞ്ചർ ആണ്, രണ്ടും അഡ്വൈസബിൾ അല്ല. പക്ഷേ സ്മോക്കിങ്ങിന്റെ കേസിലാണെങ്കിൽ സ്മോക്കിംഗ് അറിയാലോ, ക്യാൻസർ ഉണ്ടാക്കുന്നു. അതുപോലെ COPD ലങ്സിനെ വല്ലാതെ എഫക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ എംഫിസിമ എന്നുള്ള കണ്ടീഷൻസ്, അതുപോലെ ഹാർട്ടിനെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സൈഡ് എഫക്ട്സ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് അഡ്വൈസബിൾ അല്ല, ഹെൽത്തി അല്ല സ്മോക്കിംഗ്. ആൻഡ് ആൽക്കഹോളിന്റെ കേസിലാണെങ്കിൽ സെയിം. ആൽക്കഹോൾ ആണെങ്കിലും നമ്മളെ ഹാർട്ടിനെ എഫക്ട് ചെയ്യുന്നുണ്ട്, ലിവർ ഹെൽത്തിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. മെല്ലെ മെല്ലെ അത് സിറോസിസിലേക്ക് എത്താനും, ഓവറായിട്ട് കുടിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ സിറോസിസിലേക്കൊക്കെ എത്താനുള്ള സാധ്യതയുണ്ട്. അപ്പൊ രണ്ടും അഡ്വൈസബിൾ അല്ല. അപ്പൊ ഏതാ ബെറ്റർ എന്ന് ചോദിക്കുന്നതിന് അർത്ഥമില്ല. രണ്ടും ബെറ്റർ അല്ല എന്നുള്ളതാണ് സത്യം. എന്തായാലും മോസ്റ്റ് ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനം ഈ സ്മോക്കിംഗ് തന്നെയാണ്. ഇപ്പൊ സിറോസിസിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഈ ലിവർ സിറോസിസ് വരുന്നതിന് മുമ്പ് നമുക്ക് എന്തെങ്കിലും ലക്ഷണങ്ങളൊക്കെ കാണിക്കുമോ? ലിവറിന്റെ ഒരു പ്രശ്നം അതാണ്. ലിവർ ഭയങ്കര സൈലന്റ് ആയിട്ട് ഇങ്ങനെ കൂളായിരിക്കും ഏറ്റവും ഒരു അവസാനം വരെ. അഥവാ എൻഡ് സ്റ്റേജിലാണ് ശരിക്കും ലിവർ എല്ലാ സിംറ്റംസും കാണിച്ചു തുടങ്ങുന്നത്. അതുവരെ നമ്മൾ ഹെൽത്തി ആണെന്ന് നമുക്ക് തോന്നും. പക്ഷെ അവസാനം അത് ഏകദേശം എന്താ പറയാ, ഒരു തീരുമാനത്തിലേക്ക് എത്തുമ്പോഴാണ് ശരീരം ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുക. സ്വാഭാവികമായിട്ടും മേലൊക്കെ പല ഭാഗം വയറ്റിന്റെ അവിടെയൊക്കെ ആയിട്ട് നീര് വരിക, വയറിൽ വേദന അനുഭവപ്പെടുക, അതുപോലെ ഓക്കാനം, ഛർദി, ദഹനക്കുറവ്, മൊത്തത്തിലൊരു ക്ഷീണം, അതുപോലെ ഉറക്കക്കുറവ്, ഒട്ടും ആക്റ്റീവ് അല്ലാതെ നമ്മൾ എപ്പോഴും കിടന്നുറങ്ങണം എന്നുള്ള ചിന്ത വരിക. പിന്നെ സ്കിന്നിലൊക്കെ ചൊറിച്ചിൽ വരിക, പാംസിലൊക്കെ റെഡ്നെസ് ഒക്കെ വരിക. പിന്നെ നല്ല സിവിയർ ആയിട്ടാണെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ മൂത്രത്തിൽ ഭയങ്കര റെഡ് പോലെ ഒരു യെല്ലോയിഷ് ഡാർക്ക് റെഡിഷ് കളറായിട്ട് മൂത്രം പോവുക. അതുപോലെ തന്നെ മലത്തിന്റെ കളർ വളരെ പെയിലായി പോവുക. പിന്നെ ജോണ്ടിസ്, കണ്ണിലൊക്കെ മേലൊക്കെ മഞ്ഞ കളറൊക്കെ വരിക. അതൊക്കെയാണ് ലാസ്റ്റ് എൻഡ് സ്റ്റേജിലുള്ള സിംറ്റംസ്. അത്രയും കാലം ഒന്നും കാണിക്കാതെ അവസാനം ഒക്കെ ഇത് ഒരുമിച്ച് കാണിക്കും. അതാണ് ലിവറിന്റെ ഒരു പ്രശ്നം. പക്ഷെ ഇത് നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ട്രീറ്റ് ചെയ്ത് ശരിയാക്കാം. ലിവർ സിറോസിസ് വന്ന ഒരാളെ ട്രീറ്റ് ചെയ്ത് ടോട്ടലി കംപ്ലീറ്റ്ലി ഓക്കെ ആക്കാൻ പറ്റുമോ? പറ്റും. അഥവാ ലിവർ സിറോസിസ് എൻഡ് സ്റ്റേജിൽ അറിയാതെ, ഇപ്പോ ചില ആളുകൾ, നമുക്കിപ്പോ ഒരുവിധം എല്ലാവർക്കും ഫാറ്റി ലിവർ ഉണ്ട്, അറിയാലോ. ഫാറ്റി ലിവർ ഗ്രേഡ് 1 ഇല്ലാത്ത ആളുകൾ വളരെ കുറവാണ്. അപ്പൊ നമ്മൾ ഫാറ്റി ലിവർ വൺസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്താൽ പിന്നെ നമ്മൾ റൂട്ടീൻ ചെക്കപ്പ് ചെയ്ത് അത് ഗ്രേഡ് 2 ആവുന്നുണ്ടോ, 3 ആവുന്നുണ്ടോ, 4 ആവുന്നുണ്ടോ, പിന്നെ അത് ലിവർ ഫൈബ്രോസിസിലേക്ക് എത്തി, പിന്നെയൊക്കെയാണ് ലിവർ സിറോസിൽ എത്തുക. അത്രയും
ടൈം എടുക്കും ഇതൊന്ന് പ്രോഗ്രസ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ തുടക്കത്തിലേ ഇത് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഓക്കെ, തുടക്കത്തിൽ ഇപ്പോ പറഞ്ഞല്ലോ ഗ്രേഡ് 1 ഒക്കെ ഉള്ള ആളാണ് കണ്ടുപിടിച്ചാൽ നമുക്ക് അതിനെ ട്രീറ്റ് ചെയ്തിട്ട് റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പോ ഓക്കെ, നിങ്ങൾ യാദൃശികമായി സ്കാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ സിറോസിന്റെ സ്റ്റാർട്ടിംഗ് ഉണ്ട്, എന്നാൽ ബോഡി സിംറ്റംസ് ഒന്നും കാണിച്ച് തുടങ്ങിയിട്ടില്ല, അങ്ങനെയുള്ള ഒരു സ്റ്റേജിലാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ട്രീറ്റ്മെന്റ് എടുത്ത് ഇത് റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. കാരണം ബോഡി ഇപ്പോഴും ബാലൻസ്ഡ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ആ ഒരു കണ്ടീഷനിൽ നമുക്ക് മെഡിസിൻ കൊടുത്തിട്ട് അസുഖം റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. അഥവാ ലിവർ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് തിരിച്ച് പിടിക്കാവുന്ന ഒരു അവയവം കൂടിയാണ്. നമ്മൾ ഈ ലിവർ സിറോസിനെ പറ്റി പറയുമ്പോൾ നമ്മൾ മുമ്പ് ഒരു ഹാർട്ട് അറ്റാക്കിനെ പറ്റി പറഞ്ഞിരുന്നു. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ പണ്ടൊക്കെ നമ്മൾ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുമ്പോൾ നമുക്കതൊരു പ്രായമുള്ളവർക്ക് അല്ലെങ്കിൽ ഇച്ചിരി ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരിലാണ് നമ്മൾ കണ്ടുവളരുന്നത്. പക്ഷെ ഇപ്പം ഭയങ്കര യൂത്തിന് വരെ, ചെറിയ ആൾക്കാർക്ക് വരെ ഹാർട്ട് അറ്റാക്ക് വരിക, അത് മരണപ്പെടുക, വെറും 21 വയസ്സുള്ളവന് മരണപ്പെട്ടു. അതല്ലെങ്കിൽ ഈ ജിമ്മിൽ പോകുന്നവർക്ക് വരെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നുണ്ട്. ഇത് എന്തുകൊണ്ടായിരിക്കും ഡോക്ടർ? ചില അസുഖങ്ങളുണ്ട്, അഥവാ കൊറോണറി ആർട്ടറി ഡിസീസസ്, അരിത്മിയ, കാർഡിയോമയോപ്പതി എന്നൊക്കെ പറഞ്ഞ അണ്ടർലൈനിങ് കണ്ടീഷൻ ഉള്ള ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ഈ പറഞ്ഞ പോലെ ഇത് വർക്കൗട്ട് ചെയ്യുന്നതിന്റെ ഇടയിൽ അറ്റാക്ക് വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പൊ എപ്പോഴും നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മളെ ഹെൽത്തിന് വേണ്ടിയിട്ട് ചെയ്യുക, അല്ലാതെ കുറെ ബോഡി ബിൽഡപ്പ് ചെയ്യാൻ, മസിൽ വരുത്താൻ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഹൈ ഇന്റൻസിറ്റി വർക്കൗട്ട് നമ്മൾക്ക് താങ്ങാൻ പറ്റുന്നതിൽ കൂടുതൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ കൂടുതലായാൽ അമൃതം വിഷം എന്ന് പറയില്ലേ, അതുപോലെ തന്നെയാണ്. കൂടുതലായാൽ പ്രശ്നമാണ്, മിതമായ രീതിയിലാണെങ്കിൽ ഓക്കെയാണ്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ലൈഫ് സ്റ്റൈൽ ഡിസീസ് പറഞ്ഞപ്പോൾ തന്നെ മൈഗ്രെയിൻ, ഇപ്പൊ നമ്മൾക്ക് മിക്ക ആൾക്കാർക്കും ഈ മൈഗ്രെയിൻ കാരണങ്ങൾ തലവേദന, ഭയങ്കര പ്രശ്നങ്ങൾ വരാറുണ്ട്. ഈ മൈഗ്രെയിൻ ഉള്ളവർ എന്തൊക്കെയാണ് സൂക്ഷിക്കേണ്ടത്? ഇതിനെ നമുക്ക് എങ്ങനെ ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റും? മൈഗ്രെയിന് വളരെ ഫലപ്രദമായ ട്രീറ്റ്മെന്റ് ഹോമിയോപ്പതിയിലുണ്ട്. മൈഗ്രെയിന്റെ റീസൺ എന്താന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. കാരണം മൈഗ്രെയിനുള്ള ഒരാളെ നമ്മൾ പറയാറില്ല, ഇപ്പൊ ഒരുപാട് IT കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുന്നവർ അല്ലെങ്കിൽ ഒരുപാട് സിസ്റ്റം നോക്കിയിരിക്കുന്നവർക്ക്, ഒരുപാട് സ്ട്രെസ് ഉള്ളവർക്കൊക്കെ മൈഗ്രെയിൻസ് ഉണ്ടാവുന്ന കേട്ടിട്ടുണ്ട്. അപ്പൊ ഇതിനൊക്കെ ഇവരുടെ ലൈഫ് സ്റ്റൈൽ മാറ്റിയാൽ ശരിയാകുമോ, അല്ലെങ്കിൽ ഇതിനെ എങ്ങനെയാണ് ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റുക? മാറ്റിയെടുക്കാൻ ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് ട്രീറ്റ്മെന്റ് ഉണ്ട്. നമ്മൾ സിംറ്റം സിമിലാരിറ്റി വെച്ചിട്ടാണ് പേഷ്യന്റിന് മരുന്ന് കൊടുക്കുന്നത്. പേഷ്യന്റിന്റെ സിംറ്റം, ഓരോ മൈഗ്രെയിൻ പേഷ്യന്റും ഡിഫറെന്റ് സിംറ്റംസ് ആയിരിക്കും പറയുന്നത്. അതായത് ചിലർക്ക് വെയിലത്ത് പോയാലാണ് മൈഗ്രെയിൻ വരിക, ചിലർക്ക് ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോഴായിരിക്കും, ചിലർക്ക് സ്ട്രോങ് സ്മെൽ അടിക്കുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര ബഹളമുള്ള സ്ഥലത്ത് പോയാലായിരിക്കും, അല്ലെങ്കിൽ ടെൻഷൻ വരുമ്പോഴായിരിക്കും. അങ്ങനെ പല റീസൺസ് കൊണ്ടും മൈഗ്രെയിൻ വരാം. അതിൽ ഏത് റീസൺ കൊണ്ടാണെന്ന് നോക്കി അത് നമുക്ക് പരിഹരിക്കാൻ പറ്റുമോ നോക്കാം. അങ്ങനെ നമുക്ക് മെഡിക്കൽ അത് മാറ്റാൻ പറ്റുന്നതേ ഉള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ പേഷ്യന്റിന്റെ സിംറ്റം സിമിലാരിറ്റി എടുത്ത് അതിനനുസരിച്ചിട്ടുള്ള മെഡിസിൻ കൊടുക്കുകയാണെങ്കിൽ അത് കുറഞ്ഞു വരും. പിന്നെ എല്ലാ മൈഗ്രെയിൻസും സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് കൂടാറുണ്ട്. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എല്ലാ അസുഖത്തിന്റെയും ഒരു ബേസ് ആണ്. അഥവാ സ്ട്രെസ് ഉണ്ടെങ്കിൽ നമ്മളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന എല്ലാ അസുഖങ്ങളും പുറത്തേക്ക് വരും. അപ്പൊ സ്ട്രെസ് മാനേജ് ചെയ്യാന്നുള്ളത് എല്ലാവർക്കും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ചോദിക്കുമ്പോൾ നാച്ചുറലി ഒരാൾക്ക് എങ്ങനെ സ്ട്രെസ് കൺട്രോൾ ചെയ്യാൻ പറ്റും? സ്ട്രെസ് അതിപ്പോ ഈ ഒരു ചെറിയ ഒരു ആൻസർ ആയിട്ട് പറയാൻ പറ്റുന്ന കാര്യമല്ല. സ്ട്രെസ് ഇപ്പോ ഒരാളുടെ സ്ട്രെസ് എങ്ങനെ മാനേജ് ചെയ്യണം എന്ന് പറയണമെങ്കിൽ അയാളുടെ സ്ട്രെസ്സിന്റെ റീസൺ എന്താന്ന് അറിയണം. അയാളെ പറ്റി മുഴുവനായിട്ട് പഠിച്ച് അയാൾക്ക് ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാൻ പറ്റും. നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത്. അല്ലാതെ ജനറൽ ആയിട്ട് എല്ലാവരുടെയും സ്ട്രെസ് മാറാൻ ഇത് ചെയ്താൽ മതി അങ്ങനെ പറയാൻ പറ്റില്ല. അല്ല, എന്നാലും നമ്മൾ പറയില്ലേ, നമ്മൾ നന്നായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക, മ്യൂസിക് കേൾക്കുക, അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടാകത്തില്ല. അപ്പൊ നമുക്ക് ആ ഒരു ലൈഫ് സ്റ്റൈൽ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വന്നാൽ കുറച്ചെങ്കിലും ഒന്ന് കുറയ്ക്കാൻ പറ്റും? മെഡിറ്റേഷൻ ചെയ്താൽ നല്ലതാണ്. നമുക്ക് ഏകാഗ്രത കിട്ടുമ്പോൾ നമ്മളെ സ്ട്രെസ് കുറയും. അതുപോലെ നല്ല ഉറക്കം ഉണ്ടാകുമ്പോൾ, വ്യായാമമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് സ്ട്രെസ് കുറയും. പിന്നെ നമുക്കൊരു ആറ്റിറ്റ്യൂഡ് വരണം, എന്തായാലും കുഴപ്പമില്ല. ഇപ്പൊ ഈ ജോബ് സ്ട്രെസ് ഒക്കെ ആണെങ്കിൽ ഒരു ചെവിയിലൂടെ കേട്ട് ഇപ്പുറത്തെ ചെവിയിലും കൂടെ വിടാനുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് എത്തണം. അതിന് കൗൺസിലിംഗ് ഹെൽപ്പ് ചെയ്യും. കൗൺസിലിംഗ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ലെവലിലേക്ക് വരാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെ ഈ മ്യൂസിക് ഒക്കെ കേട്ടാൽ ചില ആളുകൾക്ക് സ്ട്രെസ് കൂടുക ചെയ്യാം. എനിക്ക് ചില പേഷ്യൻസ് ഒക്കെ എന്നോട് പറയും, പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് ദേഷ്യം എന്ന് പറയുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് ജനറലി എനിക്ക് പാട്ട് കേൾക്കാം, സ്ട്രെസ് കുറയുമെന്ന് പറയാൻ പറ്റില്ല. ചില സമയത്ത് നമ്മൾ പണ്ട് പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് മ്യൂസിക് ആണ് കേൾക്കുന്നത്, പക്ഷെ ഇപ്പം കുറച്ച് പ്രായമായി കഴിയുമ്പോൾ നമ്മൾ അതിന്റെ വരികളായിരിക്കുമല്ലോ കേൾക്കുന്നത്. നമ്മൾ തന്നെ നമ്മളുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ആ പ്രശ്നം സോൾവ് ചെയ്യാനുള്ള ഐഡിയാസ് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. നമ്മൾ നമ്മളെ തന്നെ ഒന്ന് നോക്കുക, നമ്മളുടെ ഉള്ളിലേക്ക് നോക്കുക, എന്താണ് നമ്മളെ പ്രശ്നം എന്ന് മനസ്സിലാക്കുക. ഇനി അത് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിന്റെ ഹെൽപ്പ് തേടാവുന്നതേ ഉള്ളൂ. ഇപ്പം ഡോക്ടറിന്റെ ഒരു എക്സ്പീരിയൻസിൽ ഒരു നല്ല ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് എന്താണ്? അതല്ലെങ്കിൽ ഒരു ഫുഡ് ആയിട്ട് ഒരാൾ ഒരു ദിവസം ഇന്ന ഫുഡ് കഴിക്കുക, ഇന്ന രീതിയിൽ ജീവിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് നാൾ ഒരു ഡിസീസും വരത്തില്ലെന്ന് പറയുന്ന ഒരു ലൈഫ് സ്റ്റൈൽ എന്തായിരിക്കും? നമ്മൾ ഒരു ദിവസം കഴിക്കുന്ന ഫുഡ് അതിനൊരു അളവുണ്ട്. അപ്പോൾ നമ്മൾ 40% കാർബോഹൈഡ്രേറ്റും
30% പ്രോട്ടീനും 30% ഫാറ്റും ആണ് ഒരു ദിവസം നമ്മളെ ഫുഡിൽ ഉൾപ്പെടുത്തേണ്ടത്. അഥവാ പക്ഷെ നമ്മൾ കേരളക്കാർ എന്താ ചെയ്യുന്ന അറിയോ, രാവിലെയും ചോറ്, ഉച്ചയ്ക്കും ചോറ്, രാത്രിയും ചോറ്. അഥവാ അരി ഭക്ഷണം, രാവിലെ പുട്ട്, ഇഡലി, ദോശ അരിയാണ്, ഉച്ചയ്ക്ക് ചോറ്, രാത്രിയും ചോറ് കഴിക്കും. അപ്പൊ ഈ ചോറിൽ എന്താ ഉള്ളത്? കാർബോഹൈഡ്രേറ്റ് ആണ്. ചിലപ്പോൾ ഒരു 80-90% നമ്മൾ എന്താ കഴിക്കുന്നത്? കാർബോഹൈഡ്രേറ്റ് ആണ്. ഈ കാർബോഹൈഡ്രേറ്റ് ഒരുപാട് നമ്മുടെ ബോഡിയിൽ ചെന്നാൽ എന്താ ഉണ്ടാവുക? കാർബോഹൈഡ്രേറ്റ് ശരിക്കും നല്ലൊരു എനർജീന്റെ സോഴ്സ് ആണ്. നല്ല എനർജി കിട്ടും നമുക്ക് കാർബോഹൈഡ്രേറ്റ് കഴിച്ചാല്. പക്ഷേ കാർബോഹൈഡ്രേറ്റ് ഒരുപാട് അളവിൽ കൂടുതൽ നമ്മുടെ ബോഡിയിൽ എത്തുമ്പോൾ ശരീരം എന്താ കരുതുക? ഇത് നല്ല സാധനമല്ലേ, ഇതിനെ എവിടെയെങ്കിലും ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കണ്ടേ, ഇനി വൻ ഭാവിയിൽ പട്ടിണി കിടന്നാൽ ഉപയോഗിക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് ശരീരം ഇത് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാൻ ശ്രമിക്കും. പക്ഷേ കാർബോഹൈഡ്രേറ്റിനെ കാർബോഹൈഡ്രേറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു വകുപ്പ് നമ്മുടെ ബോഡിയിൽ ഇല്ല. അപ്പൊ നേരെ ഇത് ലിവറിലോട്ട് പോയി അത് ഫാറ്റ് ആക്കി മാറ്റി ഫാറ്റ് എങ്ങനെ ഡിപ്പോസിറ്റ് ചെയ്യും? ഗ്രേഡ് 1 ഫാറ്റി ലിവർ, ഗ്രേഡ് 2 ഫാറ്റി ലിവർ. എപ്പോഴെങ്കിലും ഭാവിയിൽ പട്ടിണി കിടക്കുകയാണെങ്കിൽ എടുത്ത് ഉപയോഗിക്കാതെ കരുതിയിട്ടാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. എന്നാൽ നമ്മള് തിന്നണത് നിർത്തൂല. അപ്പൊ പിന്നെയും എന്താ പറയാ, ഇത് കൂടി 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 വേസ്റ്റ് ആവും. അഥവാ നമ്മൾ കഴിക്കുമ്പോൾ ഞാൻ ഇതാ പറഞ്ഞത്, അഥവാ 40% കാർബോഹൈഡ്രേറ്റ് ബാക്കി പ്രോട്ടീനും ഫാറ്റും ആയിട്ട് ഉൾക്കൊള്ളിക്കുകയാണെങ്കിൽ ഇതുപോലത്തെ ഫാറ്റ് ഡിപ്പോസിഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്ക് ഹെൽത്തി ആയിട്ട് പോവാവുന്നതേ ഉള്ളൂ. അപ്പൊ നമുക്ക് ലാസ്റ്റായിട്ട് പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്റ്റൈല് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ നമ്മൾ രക്ഷപ്പെട്ടെന്ന്. അതെ അതെ അതെ, ബാക്കിയൊക്കെ നമ്മളുടെ എന്താ പറയാ വിധിയല്ലേ, ഓരോരുത്തർക്കും ഓരോ ഇതുണ്ടാവില്ലേ. നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും അസുഖങ്ങൾ വരുന്നില്ല. ചിലപ്പോൾ അത് ഹെറിഡിറ്ററി ആയിട്ടും പല അസുഖങ്ങളും നമുക്ക് വരാലോ. എല്ലാ അസുഖങ്ങളും നമ്മളെ ലൈഫ് സ്റ്റൈൽ കൊണ്ട് മാത്രമല്ല, ഹെറിഡിറ്ററി ആയിട്ട് വരുന്ന ഒരുപാട് അസുഖങ്ങൾ ഉണ്ടല്ലോ. നമ്മളെ ഹെൽത്തിന് വേണ്ടി മാക്സിമം നല്ല ശീലങ്ങൾ ഫോളോ ചെയ്യുക, നല്ല ഡയറ്റ്, നല്ല വിശ്രമം, നല്ല ഉറക്കം ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നുണ്ടെന്നുള്ളൊരു തോന്നൽ നമുക്ക് ഉണ്ടാവുമല്ലോ. ബാക്കിയൊക്കെ ബോണസ് ആണ്. എനിവേ താങ്ക് യു സോ മച്ച് ഡോക്ടർ, ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു ചെറിയ ടൈം തന്നതിന് ഈ ബിസി ടൈമില്. ആൻഡ് താങ്ക് യു സോ മച്ച്. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.